പ്രിയപ്പെട്ടവരെ, ദുൽഖഅദ് മാസത്തിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും ഒരുങ്ങുന്ന പ്രധാനപ്പെട്ട കർമ്മം ഉളുഹിയ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ്. യഥാർത്ഥത്തിൽ സഹോദരിമാർ വിചാരിച്ചിട്ടുണ്ട് ഉളുഹിയ്യത്ത് സഹോദരന്മാർക്ക് മാത്രമുള്ളതാണ്. അല്ല, സഹോദരന്മാർക്ക് എപ്രകാരം ഉളുഹിയ്യത്ത് ബാധ്യതയാണോ അപ്രകാരം തന്നെ ഉമ്മമാർക്കും ബാധ്യതയാണ്. ഒരു കുടുംബത്തിൽ ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ ഉളുഹിയ്യത്ത് എടുത്താൽ ആ കുടുംബത്തിലെ സഹോദരിമാർക്ക് കൂലി കിട്ടില്ല. അവർ തന്നെ ചെയ്യണം. ആരാണ് ഉളുഹിയ്യത്തിന്റെ കർമ്മം ചെയ്യേണ്ടത്? ഏത് മൃഗത്തിനെയാണ് ഉളുഹിയ്യത്ത് അറുക്കേണ്ടത്? അതിൻ്റെ വയസ്സെത്രയാണ്? അറുക്കാൻ പാടില്ലാത്ത മൃഗങ്ങൾ, അതിൻ്റെ ന്യൂനതകൾ, ഇന്ന മൃഗങ്ങൾ അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആണെങ്കിലും ഉളുഹിയ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലും ചില ന്യൂനതകൾ വന്നാൽ അറുക്കാൻ പാടില്ല. ആ ന്യൂനതകൾ എന്തൊക്കെയാണ്? അറുത്ത മാംസം ആർക്കൊക്കെയാണ് ദാനം ചെയ്യാൻ പറ്റുക? സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുമോ? മറ്റു നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റുമോ? അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഉളുഹിയ്യത്തിന്റെ പരിശുദ്ധമായ കർമ്മം യഥാർത്ഥത്തിൽ പൂർണ്ണ കൂലി കിട്ടാൻ വേണ്ടി വീട്ടുകാരെ നിയ്യത്ത് ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർക്ക് കൂടെ കൂലി കിട്ടാൻ വേണ്ടി എന്ത് നിയ്യത്താണ് ചെയ്യേണ്ടത്? വിശാലമായ പഠനമാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ദുൽഖഅദ് മാസത്തിൻ്റെ പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈ ഒരു പരിശുദ്ധ മാസത്തിൽ പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ തന്നെ ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഒരുങ്ങേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരുക്കം, പ്രധാനപ്പെട്ട ഒരു അമൽ, അതേതാ? പരിശുദ്ധമായ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ ബലിയെറുക്കാൻ ഉളുഹിയ്യത്ത്, ആ കർമ്മം നടത്താനുള്ള ഒരു ഒരുക്കമാണ്. പലപ്പോഴും ബലി കർമ്മം നടത്തുന്നതിൻ്റെ മഹത്വം എന്താണ്? അതിൻ്റെ ഗൗരവം എന്താണ്? ആർക്കാണ് ബലികർമ്മം നടത്താൻ ബാധ്യതയുള്ളത്? ആർക്കത് പ്രധാനപ്പെട്ട അമലായി വരുന്നത്? ഏതു മൃഗത്തിനെയാണ് അറുക്കേണ്ടത്? ആ മൃഗത്തിൻ്റെ വയസ്സ് എത്രയാണ്? അതിൻ്റെ മറ്റ് യോഗ്യതകൾ എത്രയാണ്? ഏതെല്ലാം മൃഗങ്ങളെയാണ് ഉളുഹിയ്യത്ത് അറുക്കാൻ പാടില്ലാത്തത്? അതിൻ്റെ വിതരണം ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയ്യത്ത് അവർക്ക് അറുക്കേണ്ടതുണ്ടോ? അതിൻ്റെ തോൽ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നു, ശരിയാണോ? അതേപോലെ തന്നെ ഉളുഹിയ്യത്ത് അറുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ അഖീഖത്തിൻ്റെ നിയ്യത്ത് കൂടെ ചേർത്ത് വെച്ചാൽ 2 അറവിൻ്റെയും കൂലി കിട്ടുമോ? മാത്രമല്ല, ഉളുഹിയ്യത്ത് ഒരു കുടുംബത്തിൽ ഒരാൾ അറുത്താൽ ബാക്കിയുള്ളവർക്ക് കൂലി കിട്ടുമോ? അങ്ങനെ ഒരുപാട് സംശയങ്ങളും പഠനങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശാലമായ ടോപ്പിക്കാണ് ഉളുഹിയ്യത്ത് പഠനം അല്ലെങ്കിൽ ഉളുഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, വളരെ ഷോർട്ടാക്കി വിശദീകരിച്ചാൽ ഒരുപാട് ലെങ്തായി പോകും വീഡിയോ. ഞാൻ വളരെ ഷോർട്ടാക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രം എടുത്ത് സംസാരിക്കുകയാണ്. ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മിൽ ഒരുപാട് ആളുകൾക്ക് ആ വലിയ നന്മ നഷ്ടമാകുന്നു. നേരത്തെ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ആവർത്തി ചെയ്യുന്നു എന്നല്ലാതെ, പ്രിയപ്പെട്ടവരെ, എനിക്കും അത് ചെയ്യണം, ഇത്ര പുണ്യമുണ്ടെങ്കിൽ അള്ളാഹുവേ എന്തുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തില്ല, അതുകൊണ്ട് ഞാനും അതിൻ്റെ നന്മയിൽ ഭാഗവാക്കാകുകയാണ് എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിൽ വരണം. ഒരാളും ഉളുഹിയ്യത്ത് കർമ്മത്തിൽ നിന്നും ഒന്നുകിൽ സ്വന്തമായിട്ട് അറുക്കുക അല്ലെങ്കിൽ ഷെയറായി അറുക്കുന്നതിൽ ചേരുക. ഇത് രണ്ടുമില്ലാത്തൊരവസ്ഥ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഉണ്ടാകാൻ തന്നെ പാടില്ല. പിന്നെ തീരെ കഴിയാത്തവരെ കുറിച്ച് നമ്മൾ ആ ഭാഗം പറയുന്നുണ്ട്. ആർക്കാണ് കഴിയാത്തത്? കഴിയുന്നവരൊക്കെ ഭാഗവാക്കാകണം. കാരണം ഈ പരിശുദ്ധമായ കർമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്ന മഹത്വം, കൂലി ഏറ്റവും പുണ്യമുള്ള കൂലിയാണ്. പരിശുദ്ധമായ ബലിപെരുന്നാളിൻ്റെ ദിവസത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മുഅ്മിനത്തായ സഹോദരി അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം, ഏറ്റവും അഫ്ളലായ കർമ്മം ഇഹ്റാഖുദ്ദം, അവർ ഉളുഹിയ്യത്ത് കർമ്മം നടത്തലാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെ പ്രത്യേകമായി ഉളുഹിയ്യത്ത് കർമ്മം നടത്തണമെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, അവിടെ പെരുന്നാൾ നിസ്കരിക്കണം നബിയെ. പെരുന്നാൾ നിസ്കാരം മാത്രം പോരാ, പിന്നെയോ വൻഹർ, ഉളുഹിയ്യത്ത് കർമ്മവും നടത്തണം എന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ പ്രത്യേകമായ ആഹ്വാനം വരുന്നു. വേറെ പല ആയത്തുകളിലും ഉളുഹിയ്യത്ത് കർമ്മം അത് കൃത്യമായി നടത്തണം, അതിൻ്റെ പുണ്യം വാങ്ങണം എന്നെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. വിശാലമായി അതിലേക്ക് കടക്കുന്നില്ല.
അപ്പോൾ ഏതായിരുന്നാലും അത് വലിയൊരു പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. മാത്രമല്ല, യഥാർത്ഥത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ, പെരുന്നാൾ നിസ്കരിക്കാൻ പോലും ഒരാൾ ക്വാളിഫൈഡ് ആകണം, യോഗ്യരാകണമെങ്കിൽ, ആണായാലും പെണ്ണായാലും. പെരുന്നാൾ നിസ്കാരം വലിയ പുണ്യമായ അമലായി നമ്മൾ കാണുന്നവരാണ്, നമ്മൾ ചെയ്യുന്നവരാണ്. പെരുന്നാൾ നിസ്കാരത്തിൽ നിന്നും ഒരാൾ ജുമാക്ക് വരാത്തവർ പെരുന്നാൾ നിസ്കരിക്കാൻ വരും. അറിയാലോ, നമുക്ക് പള്ളികളെല്ലാം ഹൗസ്ഫുള്ളാണ്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്. ആ നിസ്കാരത്തിന് ഹൗസ്ഫുള്ളാണ്. അതായത് എല്ലാവരും വരുന്ന നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. ആ പെരുന്നാൾ നിസ്കാരത്തിന് പോലും നമ്മളെ യോഗ്യരാക്കണമെങ്കിൽ നമ്മൾ എന്ത് നടത്തിയിരിക്കണം? ഉളുഹിയ്യത്ത് നടത്തിയിരിക്കണം എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കേട്ടോളൂ. മൻ വജദ സഅതൻ വലം യുളഹി ഫലാ യഖ്റുബന്ന മുസല്ലാന. മൻ വജദ സഅതൻ, ഒരാൾക്ക് ഉളുഹിയ്യത്ത് കർമ്മം നടത്താൻ, ഒന്നുകിൽ സ്വന്തമായിട്ട് അറുക്കാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഷെയർ ചേർന്നിട്ട് അറുക്കാൻ. ഷെയർ ക്യാഷ് ഇട്ടുകൊണ്ട്, കുറച്ച് ക്യാഷാണെങ്കിലും കൊടുത്തിട്ട് അതിൽ ഷെയർ ആയിക്കൊണ്ട് അറുക്കാൻ ഒരാൾക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. വലം യുളഹി, അതിപ്പോൾ എന്താ ഒരു ഗൗരവമുള്ള വിഷയമൊന്നുമല്ല എന്ന് കരുതിയിട്ട് ഇവർ നെവർ മൈൻഡായിട്ട് നടന്നാൽ, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇതിൽ പെടുന്നത്? അതൊക്കെ വലിയ മുതലാളിമാർ നടത്തേണ്ടതല്ലേ? ഞാനിപ്പോൾ ഈ വാഹനം ഓടിച്ച് ജീവിക്കുകയല്ലേ, ചെറിയൊരു ഒരു കട നടത്തുന്ന ആളല്ലേ, അല്ലെങ്കിൽ ചെറിയ വരുമാനമുള്ള ആളല്ലേ, ഞാൻ എന്തിനാ അതിൽ ബന്ധപ്പെടുന്നു എന്ന് കരുതിയിട്ട് അള്ളാഹു ഒരെണ്ണത്തിനെ വാങ്ങി അറുക്കാൻ കഴിവ് കൊടുത്തു, അല്ലെങ്കിൽ ഷെയർ ചേരാൻ കഴിവ് കൊടുത്തു. അതിൽ നിന്നും നെവർ മൈൻഡായിട്ട് അവൻ മാറി നടന്നാൽ ആരാണെങ്കിലും ഫലാ യഖ്റുബന്ന മുസല്ലാന, അവർ പെരുന്നാൾ നിസ്കരിക്കാൻ, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സ്ഥലത്തേക്ക് പോലും വരാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഹദീസിൻ്റെ സന്ദേശം? എന്താണ്? എന്താ ഹദീസിൻ്റെ ആശയം? പെരുന്നാൾ നിസ്കരിക്കാൻ ഒരാൾക്ക് യോഗ്യത വേണമെങ്കിൽ പോലും ഉളുഹിയ്യത്തിന് അവൻ ഒരുങ്ങണം, അതിന് തയ്യാറായിരിക്കണം, അതിൽ ഭാഗവാക്കാകണം എന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേപോലുള്ള ഹദീസുകളെ ഇടം പിടിച്ചുകൊണ്ടാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല, വലിയ മഹാനാണ്, മദ്ഹബിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഇമാമാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഹനഫിയത്തിൻ്റെ ലീഡറാണ്. ആ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മദ്ഹബ് പ്രകാരം ഉളുഹിയ്യത്ത് കർമ്മം വാജിബുൻ, നിർബന്ധമാണ്, അത് ബാധ്യതയാണ്, അത് ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരാകും. നിർബന്ധം എന്ന് പറയുന്നത് കാരണം നിസ്കരിക്കാൻ പോലും, നിസ്കാരത്തിന് പോലും വരണ്ടെന്ന് പറയുമ്പോൾ ആ കർമ്മം എത്രയായിരിക്കും? അത് നിർബന്ധമാണ് എന്നതിൻ്റെ സൂചനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇമാം ഷാഫി തങ്ങൾ റളിയല്ലാഹു തആല ഹദീസിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ആ മസ്അല നമുക്ക് പറഞ്ഞു തരുന്നത്, അത് നിർബന്ധം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും സുന്നത്ത് മുഅക്കദയാണ്, ശക്തമായ സുന്നത്താണ്, ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ചര്യയാണ്, ചെയ്തില്ലെങ്കിൽ കറാഹത്താണ്. അതായത് അള്ളാഹ്ക്ക് വെറുപ്പാണ്, ദീനിന് വെറുപ്പാണ് അതിൽ നിന്ന് ഒഴിവായാൽ എന്നാണ് ഷാഫി മാർ റളിയല്ലാഹു തആല പറയുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, സമാനമായ ഹദീസ്, മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് കഴിവുണ്ടായി അവർ ഉളുഹിയ്യത്ത് അറുത്തില്ല, എന്നാൽ നിസ്കരിക്കാൻ പെരുന്നാൾ നിസ്കാരത്തിന് പോലും അവൻ വരേണ്ടതില്ല എന്ന്. അത്ര ഗൗരവം ഉണ്ടെന്നർത്ഥം. ഇനി ഉളുഹിയ്യത്ത് ഞാൻ അറുക്കുന്നില്ല, ഞാൻ അറുത്തില്ല എന്ന് കരുതി ഇനി ആരും പെരുന്നാൾ നിസ്കരിക്കേണ്ട എന്നല്ല ഈ പറയുന്നത്. അത്ര ഗൗരവം ഇതിനുണ്ടെന്നാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇബ്നു മാജ തങ്ങൾ തൻ്റെ സുനനിൽ, അഹ്മദ് തങ്ങളൊക്കെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്, പ്രഗത്ഭമായ ഹദീസാണ്. അപ്പോൾ ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ കർമ്മം വളരെ പ്രധാനപ്പെട്ടൊരു കർമ്മമാണ്. അപ്പോൾ ആ കർമ്മം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൻ്റെ മസാലകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിൽ ഭാഗമാക്കാകേണ്ടത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് നോക്കാം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നാളെ ആഖിറത്തിൽ അല്ലെങ്കിൽ ഖബറിൽ ചെല്ലുമ്പോഴല്ല അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഈ ലോക ജീവിതത്തിൽ തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശുദ്ധമായ ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ അനുഭവം, മധുരം, ടേസ്റ്റ്, അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഫത്ത് മുസീബത്തുകൾ ഒരാൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ, മാരകമായ രോഗങ്ങൾ ഒരാൾക്ക് വരാതിരിക്കണം, അല്ലെങ്കിൽ ഉള്ളത് മാറിപ്പോകണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, പൈശാചികമായിക്കോട്ടെ മറ്റു മനുഷ്യപരമായിക്കോട്ടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, കച്ചവടവും ബിസിനസ്സും ഇടപാടുകളും ബറക്കത്തിലും ഖൈറിലുമാകണം എന്ന് ഒരാൾക്ക് മോഹമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏത് ശുറൂറുകളും, എന്ത് ശുറൂറായിക്കോട്ടെ, ശാരീരികമോ മാനസികമോ കുടുംബപരമോ ജോലി സംബന്ധമായോ സാമ്പത്തികമായോ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, കടത്തിൻ്റെ പ്രയാസങ്ങളോ ആയിക്കോട്ടെ, ഈ പ്രയാസങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ ഉളുഹിയ്യത്തിന് കഴിവുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തന്നെയാണ് ആഖിറത്തിലും. ഖബറിൽ ഒരാൾക്ക് രക്ഷപ്പെടണമെന്ന് മോഹമുണ്ട്, ആഖിറത്തിലെ ഒന്നാമത്തെ വീടാണ് ഖബർ. അവിടുന്ന് ഹിസാബ്, നാളെ മഹ്ശറിൽ രക്ഷപ്പെടുന്ന മോഹമുണ്ട്, നന്മ തിന്മ തൂക്കി നോക്കുമ്പോൾ നന്മ കൂടണമെന്ന് ആഗ്രഹമുണ്ട്.
സിറാത്തിലൂടെ മിന്നൽ വേഗതയിൽ സ്വർഗത്തിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ട്, നരകത്തിൽ രക്ഷപ്പെടണമെന്ന് മോഹമുണ്ട്, അല്ലേ? അപ്പോൾ ആഖിറത്തിന്റെ മുഴുവൻ ഷർറിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴി മതിയാകും. ഏതാണ് ആ വഴി? അത് ഉളുഹിയ്യത്താണെന്ന് പരിശുദ്ധ റസൂൽ. അലാ ഇന്നൽ ഉളുഹിയ്യത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയട്ടെ, തീർച്ചയായും ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന പരിശുദ്ധ കർമ്മം ആണായാലും പെണ്ണായാലും അതിൽ ഭാഗവാക്കായാൽ കിട്ടാൻ പോകുന്നത് തുഞ്ചി സ്വാഹിബഹ മിൻ ശർരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ ശുറൂറുകളെയും അത് തടഞ്ഞു വെക്കും എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇക്കൊല്ലത്ത് ഉളുഹിയ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒന്നൊരുങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, ചേർന്നിട്ട് മറ്റുള്ളവരുടെ കൂടെ 2, 3, 4, 5, 6, 7 വരെ ആളുകൾക്ക് ചേർന്നിറക്കാമല്ലോ. ആ ഷെയറിലെങ്കിലും നമുക്ക് പങ്കാളിയാകാൻ പറ്റും നമ്മൾ മനസ്സ് കൊടുത്താൽ. കഴിവുള്ളവർ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. ഷെയറിലെങ്കിലും പങ്കാളിയാകാൻ കഴിയാത്തവർ വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്. അപ്പോൾ നമ്മളൊന്ന് ഒരുങ്ങണം പ്രിയപ്പെട്ടവരെ. കിട്ടാൻ പോകുന്നത് ലാഭം ആഖിറത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന പുണ്യം മാത്രമല്ല, ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചറിയാം. ജീവിതം ഇവിടെ മുതൽ, ഉളുഹിയ്യത്ത് മുതൽ ജീവിതം മാറും. വല്ലാത്ത അത്ഭുതകരമായ പ്രത്യേകതകൾ. നമ്മുടെ രോഗമായി ഹോസ്പിറ്റലിൽ നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ക്യാഷുണ്ടല്ലോ, ഒന്നും കാണാനില്ലാത്ത, അതെല്ലാം അവസാനിക്കും. ഇനി ബറക്കത്തുള്ള ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഷർറുകളും ഒരാൾക്ക് രക്ഷപ്പെടണം എന്ന് മോഹമുണ്ടെങ്കിൽ ഉളുഹിയ്യത്തിനോട് ചേർന്ന് കൊള്ളട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫലങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും എല്ലാ ഷർറുകളും മാറണം, പെരുന്നാൾ നിസ്കരിക്കാൻ ഒരാൾ യോഗ്യനാകണം, അതേപോലെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഈ ഉളുഹിയ്യത്ത് കർമ്മത്തിൻ്റെ രക്തത്തിൻ്റെ തുള്ളി ഭൂമിയിലേക്ക് ആദ്യത്തെ തുള്ളി പതിക്കലോടുകൂടെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടുകയാണ്. നമ്മൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉളുഹിയ്യത്തിൻ്റെ മൃഗം കാത്തു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് പറയുന്നുണ്ട്, എൻ്റെ അടിമകളെ ഖിയാമത്ത് നാളിലേക്ക്, ഖിയാമത്തിൻ്റെ മഹ്ശറിൻ്റെ സഭയിലേക്ക് അവരെ നടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. ദുനിയാവിൽ അവർ വാഹനത്തിൽ യാത്ര ചെയ്തവരാണ്, അവർക്ക് സ്വന്തമായിട്ട് വാഹനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള വാഹനത്തിൽ കയറിയാണ് അവർ പോയിരുന്നത്. അവരെ നടത്തി പ്രയാസപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും അവർ നടത്തിയിട്ടുള്ള ഉളുഹിയ്യത്തിൻ്റെ മൃഗങ്ങളെ നോക്കിയിട്ട് ഏറ്റവും നല്ല മൊഞ്ചുള്ള മനോഹരമായ മൃഗത്തെ അവരുടെ ഉളുഹിയ്യത്തിനെ കൊണ്ടുപോയി കൊടുക്ക്, അവരതിൽ കയറിയിട്ട് മഹ്ശറിലേക്ക് നടക്കട്ടെ എന്ന്. ഫലസ്തീനിൻ്റെ കേന്ദ്രമായി നടക്കുന്ന, ഫലസ്തീനിൽ ഒരുമിച്ച് കൂടുന്ന ആ വലിയ മഹ്ശറിൻ്റെ സഭയിലേക്ക് മുഅ്മിനീങ്ങൾ പോകേണ്ടത്, ഞാനും നിങ്ങളും പോകേണ്ടത് ഏത് വാഹനത്തിലാണ്? നമ്മുടെ ഉളുഹിയ്യത്തിൻ്റെ വാഹനത്തിലാണ്. നമ്മുടെ ഉളുഹിയ്യത്തിൻ്റെ വാഹനത്തിലാണ്. അവിടെ നിന്ന് പോയിട്ട് അവിടെ നമ്മൾ അവസാനിപ്പിക്കില്ല, സ്വർഗത്തിൽ കൊണ്ടുപോയി ആക്കിയിട്ടേ മൃഗം പ്രിയപ്പെട്ടവരെ നമ്മളോട് പിരിയുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത്. അതുവരെ കൂടെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ തീർച്ചയായും ഉളുഹിയ്യത്തിന് വേണ്ടി നമ്മളൊക്കെ ഒരുങ്ങണം. ഒന്ന് ആലോചിച്ച് നോക്കി, എവിടെന്നാ ഉളുഹിയ്യത്ത് വന്നത്? സ്വന്തം മകനെ, പ്രായാധിക്യ കാലത്ത് സ്വന്തം ചോരയിൽ പിറന്ന മകനെ നിങ്ങൾ ബലിയെറുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രയാസമില്ലാതെ കത്തിയെടുത്തുകൊണ്ട് വന്ന് മകനെ ബലിയെറുക്കാൻ അള്ളാൻ്റെ തീരുമാനമാണ് എന്ന് ഉറച്ച ഈമാനോടെ, തഖ്വയോടെ, ഗാഢമൂലമായ വിശ്വാസം, അർപ്പണബോധം, തവക്കുൽ അതോടുകൂടെ ഇറങ്ങിത്തിരിച്ച സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുഗമിക്കുകയാണ് നമ്മൾ. എങ്ങനെ അനുഗമിക്കുന്നത്? നമ്മുടെ മക്കളെ ബലിയെടുത്തുകൊണ്ടല്ല, മക്കളെ ബലി കൊടുക്കേണ്ട സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ പ്രിയപ്പെട്ടവരെ സ്വന്തം ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് അല്ലെങ്കിൽ അതിനെ ബലിയെറുത്തുകൊണ്ട് ആ വലിയ ഓർമ്മയെ, സ്മരണയെ നമ്മൾ പെരുന്നാളിൻ്റെ എന്ന് കൊണ്ടുവരികയാണ്. ആലോചിച്ചൊക്കെ, സ്വന്തം മകനെ അറുക്കാൻ മടി കാണിക്കാതെ പോന്ന അല്ലെങ്കിൽ ഇറങ്ങിത്തിരിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ അനുഗമിക്കുന്ന നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വെറുതെ നമ്മൾ പാഴാക്കി കളയുന്ന ക്യാഷിൻ്റെ ചെറിയൊരു അംശമുണ്ടെങ്കിൽ മനോഹരമായ ഉളുഹിയ്യത്ത് അവിടെ നടക്കും. അതിന് പോലും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എന്ത് ഈമാനാണുള്ളത് പ്രിയപ്പെട്ടവരെ? എന്ത് ഈമാനുള്ളത്? അള്ളാഹു തന്ന നമുക്ക് അനുവദിച്ചിരിക്കുന്ന ക്യാഷിൽ നിന്നും നമുക്ക് ഒന്ന് പങ്കുചേരാനോ അല്ലെങ്കിൽ ഒറ്റക്ക് നമുക്ക് അറുക്കാനോ കഴിയാതെ പോയാൽ എത്ര നന്ദികേടും പരാജയവുമാണ്. അതുകൊണ്ട് ഉണ്ടാകാനേ പാടില്ല. തീർച്ചയായിട്ടും ഈ പുണ്യമായ കർമ്മം നമ്മൾ നടത്തണം. ഈ കർമ്മത്തിൻ്റെ മഹത്വങ്ങൾ മുഴുവനും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 10 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പഠനങ്ങൾ, മസ്അല നമുക്കൊന്ന് നോക്കാം. ഉദ്ഹിയ്യത്ത് കർമ്മം ആരാണ്, എങ്ങനെയാണ്, എന്താണ് നടത്തേണ്ടത് എന്ന് നോക്കാം. എന്താണ് ഉദ്ഹിയ്യത്ത് എന്ന് തുഹ്ഫയിലൊക്കെ കാണുന്നുണ്ട്. ബലിപെരുന്നാളിൻ്റെ ദിവസം സൂര്യോദയം മുതൽ അയ്യാമു തശ്രീഖിൻ്റെ 13ാമത്തെ ദിവസം, ദുൽഹജ്ജ് 10-നാണല്ലോ പെരുന്നാൾ, 11, 12, 13. അയ്യാമു തശ്രീഖിൻ്റെ 13ാമത്തെ ദിവസം
അസ്തമയത്തിന് മുമ്പായി ഉളുഹിയ്യത്ത് എന്ന് കരുതി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആട്, മാട്, ഒട്ടകം ഈ വർഗത്തിൽപ്പെട്ട ജീവികളെ പ്രത്യേക നെയ്യത്തിൽ ബലി കഴിക്കുക, ഉളുഹിയ്യത്ത് നടത്താം. അതിനാണ് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് എന്ന് തുഹ്ഫയിലടക്കം പറയുന്നുണ്ട്. അപ്പോൾ ഉളുഹിയ്യത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ആർക്കാണ് ഉളുഹിയ്യത്ത് ബാധ്യത? നമ്മിൽ ഒരുപാട് ആളുകൾ, ഒരു മഹല്ലത്തിൽ ഭൂരിഭാഗം ആളുകളും ഉളുഹിയ്യത്ത് എൻ്റെ ബാധ്യതയല്ല, അത് നാട്ടിലെ മുതലാളിമാരായ ചില ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് കരുതി പലരും റിവേഴ്സ് അടിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആർക്കാണ് ഉളുഹിയ്യത്തിൻ്റെ ബാധ്യത? അത് കയറി വരും. നമ്മൾ പറഞ്ഞല്ലോ വാജിബാണെന്ന് പറഞ്ഞു അബു ഹനീഫ ഇമാം. അത് സുന്നത്ത് മുഅക്കദയാണ്, ഒഴിവാക്കാൻ പറ്റാത്ത സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ്, ഒഴിവാകരുത് എന്ന് പറഞ്ഞു ഇമാം ശാഫി തങ്ങൾ. അപ്പോൾ വലിയൊരു ബാധ്യതയായി വന്നിട്ടുള്ള ഈ ഉളുഹിയ്യത്ത് കർമ്മം ആർക്കാണ് ഉളുഹിയ്യത്ത് നിർബന്ധാകുന്നത്? ആരാണിത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ കേട്ടോളൂ. ശർഅ് പറയുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവുമുള്ള, സാമ്പത്തികമായി ഉളുഹിയ്യത്തിന് കഴിവുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാത്തുകൾക്കും. ഇവിടെ പലരും വിചാരിച്ചിട്ടുണ്ട് സഹോദരിമാർക്ക്, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, അവർക്ക് ഉളുഹിയ്യത്ത് ബാധ്യതയല്ല. പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കരിക്കുന്ന സഹോദരന്മാർക്ക്, പുരുഷന്മാർക്ക് മാത്രമേ ഉളുഹിയ്യത്തുള്ളൂ എന്ന് കരുതിയിട്ട് പല സഹോദരിമാരും അതിനെ മൈൻഡ് കൊടുക്കാറില്ല. ഉളുഹിയ്യത്ത് എന്നുള്ള ഒരു ചാപ്റ്റർ, ഒരു വിഷയം തന്നെ നമ്മൾ പഠിക്കാറില്ല. അങ്ങനെ ഒരു ഹെഡിങ് കണ്ടാൽ തന്നെ ഉമ്മമാർ മൈൻഡ് ചെയ്യില്ല. വേറെ ദിക്ർ സ്വലാത്തൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്ന് അത് കേൾക്കാനും ഓതാനൊക്കെ തയ്യാറാണ്. അറിയാത്തത് കൊണ്ടാണ്. പുരുഷന്മാർക്ക് എത്ര ബാധ്യതയാണ് അല്ലെങ്കിൽ എത്ര പുണ്യമാണ്, അതേപോലെ തന്നെ സെയിം ടു സെയിം ബാധ്യതയാണ്, പുണ്യമാണ് ആർക്കും? സഹോദരിമാർക്കും. ഭർത്താവ് ചെയ്തു എന്നതുകൊണ്ട് ഭർത്താവിന് കൂലി കിട്ടും, അതുകൊണ്ട് ഭർത്താവ് സ്വർഗത്തിൽ പോകുന്നല്ലാതെ ഭാര്യയ്ക്ക് അതിൽ റോള് കിട്ടൂല. മക്കൾ ചെയ്താൽ മക്കൾക്ക് കിട്ടും, മാതാപിതാക്കൾക്ക് കിട്ടില്ല. ഓരോ വ്യക്തികൾക്കും പ്രഗത്ഭമായി വരുന്നൊരു നന്മയാണ് ഈ പരിശുദ്ധമായ ഉളുഹിയ്യത്ത് കർമ്മം. ഉളുഹിയ്യത്ത് കർമ്മം എന്ന് പറയുന്നത് സുന്നത്ത് കിഫായ, അതായത് ഒരു വീട്ടിൽ ഒരാൾ ചെയ്താൽ ബാക്കിയുള്ളവർക്ക് ആ സുന്നത്തിൻ്റെ തേട്ടം ഒഴിവായിപ്പോയി. ഒരാളെങ്കിലും ചെയ്തല്ലോ എന്ന് കരുതി ഒഴിവായി പോകും, ആ തേട്ടം ഒഴിവാകുമെന്നല്ലാതെ സുന്നത്ത് ആ വീട്ടിൽ ഒരാൾ ചെയ്തു എന്നുള്ള നിലക്ക് ഒക്കെയാണ് എന്നല്ലാതെ പ്രതിഫലത്തിൽ ഇവർക്ക് കിട്ടാൻ നിർവാഹമില്ല. കിട്ടുന്ന ഭാഗങ്ങൾ പറയുന്നുണ്ട്, നിയ്യത്തിൻ്റെ ഭാഗം പറയുമ്പോൾ നമുക്ക് പറയാം. അപ്പോൾ ഏതായിരുന്നാലും വ്യക്തിപരമായി സുന്നത്തായി വരുന്നുണ്ട് ഏത്? ഉളുഹിയ്യത്ത്. അപ്പോൾ ആണിനും, അതായത് ആണിനും പെണ്ണിനും ഒരേപോലെ സുന്നത്താണ്. എന്തായിരിക്കണം? പ്രായപൂർത്തിയും ബുദ്ധിയും വിവേകവും വേണം, ഉളുഹിയ്യത്ത് അറുക്കാനുള്ള കഴിവും വേണം. അത്തരക്കാർക്ക് അത് സുന്നത്ത് മുഅക്കദയാണ് എന്ന് ഇമാം ശാഫി തങ്ങൾ, വാജിബാണെന്ന് അബൂ ഹനീഫ തങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഉളുഹിയ്യത്ത് കർമ്മം ആർക്കാണ് ബാധ്യത. ഇനി അവിടെ സംശയം വരുന്നത്, ഈ സാമ്പത്തികമായ കഴിവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വലിയ മുതലാളിയായിരിക്കണം, വീട് 2 നിലയായിരിക്കണം, കാർ പോർച്ചിൽ ഒരു കാറുണ്ടായിരിക്കണം, അങ്ങനെയൊക്കെയാണോ മുതലാളിമാർക്ക് ദീൻ കൊടുക്കുന്ന ഡെഫിനിഷൻ, ക്വാളിഫിക്കേഷൻ? അല്ല. ആർക്കാണ് ഉളുഹിയ്യത്ത് ബാധ്യതയാകുന്നത് കേട്ടോളൂ. പെരുന്നാൾ ദിവസത്തിൻ്റെ എന്ന്, ബലിപെരുന്നാൾ ദിവസത്തിൻ്റെ എന്ന് തൻ്റെയും തൻ്റെ ആശ്രിതരായ കുടുംബത്തിൽ തന്നെ പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ. അപ്പം നമ്മുടെ വീട്ടുകാരുടെ ഭക്ഷണം, വസ്ത്രം, താമസം. അപ്പോൾ ഭക്ഷണം, വസ്ത്രം, വീട്, താമസം, ഈ 3 കാര്യങ്ങൾ അന്നത്തെ ദിവസം ഓക്കെയാണ്. അന്നത്തെ ദിവസം താമസിക്കാനുള്ള വകയുണ്ട്, കിടക്കാനുള്ള കൂരയുണ്ട്, ചിലപ്പോൾ അത് വാടകയാകാം, വീടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രമുണ്ട്, അന്നത്തെ ദിവസം കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. പെരുന്നാൾ ദിവസത്തിൻ്റെ ആ ഒറ്റ ദിവസം അതിനുള്ള സൗകര്യം അല്ലാഹു ചെയ്തിട്ടുണ്ട്. അത് കഴിച്ചിട്ട് ബാലൻസ് മിച്ചം അവരുടെ കയ്യിലുണ്ടെങ്കിൽ, അവർക്ക് കഴിയുമെങ്കിൽ, ബാലൻസ് മിച്ചമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരെണ്ണത്തിനെ വാങ്ങാൻ കഴിയുമെങ്കിൽ അവർ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഷെയർ ചേരാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചേരണം. ചുരുങ്ങിയത് ഷെയർ ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരെണ്ണത്തിനെ വാങ്ങിയിട്ടെറുക്കാൻ ഈ ബാലൻസ് തുകയിൽ നിന്നും അവർക്ക് കഴിയുമെങ്കിൽ നിർബന്ധമായും അവർ അതിനെ പരിഗണിച്ചിരിക്കണം. അത് പ്രധാനപ്പെട്ട പ്രഗത്ഭമായ സുന്നത്ത് മുഅക്കദയാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉളുഹിയ്യത്ത് നമുക്ക് മനസ്സിലായി. അതേപോലെ ആർക്കാണത് ബാധ്യതയായി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലായി, കഴിവുള്ളവരാരാന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ളത്, എന്തിനെയാണ് ഉളുഹിയ്യത്ത് അറുക്കേണ്ടത്? ഏതെങ്കിലും ഒരു കാലിയെ പിടിച്ചറുത്താൻ പറ്റൂല. ഏത് വർഗത്തെയാണ്, ഏത് മൃഗങ്ങളെയാണ് ഉളുഹിയ്യത്ത് അറുക്കേണ്ടത്? അതിന് ഇസ്ലാം പറയുന്നുണ്ട്, ആട്, മാട്, ഒട്ടക വർഗം, ഈ 3 മൃഗങ്ങളിൽ നിന്നാണ് ഉളുഹിയ്യത്ത് അറുക്കാൻ വേണ്ടി ശർഅ അനുവാദം നൽകിയിട്ടുള്ളത്. ആട്, മാട്, ഒട്ടകം. ആടിനെ അറക്കാം, മാട് വർഗത്തിൽപ്പെട്ട എന്തിനേയും അറക്കാം,
ഒട്ടകത്തെ ഇറക്കാം. ഒട്ടകം നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഏതായിരുന്നാലും 2 എണ്ണം ഏതായിരുന്നാലും എപ്പോഴും നമുക്ക് സുലഭമാണ്, നമുക്ക് അറക്കാൻ പറ്റുന്നതാണ്. ആടിനെ ഒരാൾക്ക് ഒറ്റക്ക് അറക്കാൻ പറ്റുന്നതാണ്, അതിൽ ഷെയർ ചേരാൻ പാടില്ല. പക്ഷെ മാടുവർഗം ഏതാണെങ്കിലും, മാടുവർഗം അത് പോത്തായാലും മൂരിയായാലും കാളയായാലും എരുമയായാലും എന്താണെങ്കിലും മാടുവർഗത്തിൽപ്പെട്ടതാണെങ്കിൽ 7 പേർക്ക് വരെ ഒരാൾക്ക് 2 പേർക്ക് ഒരുമിച്ച് കൂടാം, 3 പേർക്ക് കൂടാം, 4 പേർക്ക് കൂടാം, 5 പേർക്ക് കൂടാം, 6 പേർക്ക് കൂടാം, 7 പേർക്ക് വരെ അതിൽ ഷെയറാകാം. ഇതിൽ മാടുവർഗത്തിൽ. അപ്പോൾ ഏതായിരുന്നാലും ഒട്ടകത്തിലും അങ്ങനെ ഷെയർ ചെയ്യാം. ആട്, മാട്, ഒട്ടകം 3 ഇനത്തിൽപ്പെട്ട ജീവികളെയാണ് ഉദ്ഹിയ്യത്ത് അറക്കേണ്ടത്. അതാണ് ശറഅ് അനുവദിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിൻ്റെ വയസ്സാണ്. പ്രധാനപ്പെട്ട ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തിന് യോഗ്യത, അതിന് ക്വാളിഫിക്കേഷൻ ദീൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒക്കാതിരുന്നാൽ ഉദ്ഹിയ്യത്താവില്ല. ചുമ്മാ അറുത്ത് ദാനം ചെയ്യുന്ന മാംസത്തിൻ്റെ കൂലി കിട്ടുള്ളൂ, ഉദ്ഹിയ്യത്തിൻ്റെ കൂലി കിട്ടില്ല. ഒരുപാട് പേർക്ക് ഭീമമായി അബദ്ധം പറ്റുന്നൊരു ഭാഗമാണ് ഈ വയസ്സിൻ്റെ കാര്യം. ഒരുപാട് പേര് മസല ചോദിക്കും ബലിപെരുന്നാളിനോട് ചേർന്ന്, ഉസ്താദേ എത്ര വയസ്സാകണം, ആടാണെങ്കിൽ എത്ര വയസ്സാകണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ശറഅ് പറഞ്ഞ ദീൻ പറഞ്ഞിട്ടുള്ള വയസ്സെങ്ങനെയാണ്? 2 വർഷം തികഞ്ഞ 2 വയസ്സ്. ഈ വയസ്സെന്ന് പറയുമ്പോൾ കച്ചവടക്കാരുടെ ഇടയിൽ 6 മാസം ചിലപ്പോൾ വയസ്സായിട്ട് കൂട്ടും. ആടിൻ്റെയൊക്കെ കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ പറയാറുണ്ട്. അത് പറ്റില്ല. 1 വർഷം തികയുമ്പോൾ 1 വയസ്സ്, 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ്. അങ്ങനെ 2 വർഷം പൂർത്തിയായ 2 വയസ്സുള്ള മൃഗം, അത് ഒട്ടകാണെങ്കിലും അങ്ങനെ തന്നെയാണ്, മാടുവർഗത്തിൽപ്പെട്ട പോത്ത്, കാള, എരുമ, പശു ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, ആട് വർഗത്തിൽപ്പെട്ട ആടാണെങ്കിലും 2 വർഷം പൂർത്തിയായ 2 വയസ്സ്. അത് കൃത്യമായിട്ട് ചോദിക്കണം. അല്ലെങ്കിൽ അതുമായിട്ട് അറിയുന്നവർക്ക് അതിൻ്റെ കൊമ്പ് കണ്ടാലോ അതിൻ്റെ വളർച്ച കണ്ടാലോ ഒക്കെ പറയാൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൃത്യമായ ധാരണയോടുകൂടെ തന്നെയാണ് ഇറക്കേണ്ടത്. അപ്പോൾ 2 വയസ്സ് പൂർത്തിയാകണം എന്നുള്ളത് വളരെ മസ്റ്റാണ്. അപ്പോൾ എന്ത് മൃഗത്തെയാണ് ഉദ്ഹിയ്യത്ത് അറക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്കറിയാനുള്ളത് എപ്പോഴാണ് അറക്കേണ്ട സമയം എപ്പോഴാണ്? ബലിപെരുന്നാളിൻ്റെ നിന്ന് എപ്പോഴെങ്കിലും അറുത്താൽ മതിയോ? പറ്റില്ല. അതിൻ്റെ സമയം ബലിപെരുന്നാളിൻ്റെ ദിവസം ഉദയം, സൂര്യോദയം കഴിഞ്ഞ് ഒരു 2 റക്അത്ത് ചുരുങ്ങിയ നിസ്കാരം, ഒരു 2 ഖുതുബ, ചുരുങ്ങിയ നിലക്ക് 2 ഖുതുബ, അത് കഴിഞ്ഞ് കിടക്കാനുള്ള സമയം കഴിഞ്ഞാൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിൻ്റെ സമയം പ്രവേശിച്ചു. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം ഉദയം കഴിഞ്ഞാൽ 2 റക്അത്ത് ചുരുങ്ങിയ നിസ്കാരം, 2 ഖുതുബ, അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഏതായി? ഉദ്ഹിയ്യത്തിൻ്റെ സമയം പ്രവേശിച്ചു. ഏത് ദിവസം വരെ ഉണ്ട്? ദുൽഹജ്ജ് 10-നാണ് പെരുന്നാൾ. 11, 12, 13 അയ്യാമു തശ്രീഖിൻ്റെ 3-ാമത്തെ ദിവസം, അതാണ് 13. ദുൽഹജ്ജ് 13-ൻ്റെ മഗ്രിബിന് മുമ്പായി, അസ്തമയത്തിന് മുമ്പായി ഏത് സമയത്തും അറുക്കാവുന്നതാണ്. രാത്രി അറക്കാം, പകലറക്കാം. പ്രത്യേക കാരണങ്ങളില്ലാതെ രാത്രിയിലേക്ക് നീക്കുവെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും അഫ്ളലായ സമയം, സന്ദർഭം ഏതാണ്? പെരുന്നാളിൻ്റെ അന്ന്, പിറ്റേ ദിവസത്തേക്കോ അതിൻ്റെ പിറ്റേ ദിവസത്തേക്കോ 3 ദിവസം, അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസം നീട്ടി വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും പവർഫുൾ എവിടെയാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട സമയം പെരുന്നാളിൻ്റെ അന്ന് ഉദയം കഴിഞ്ഞ് ഒരു 20 മിനിറ്റ്, ഉദയം കഴിഞ്ഞു ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം പ്രിയപ്പെട്ടവരെ നിസ്കാരവും ഖുതുബയും, പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ ഖുതുബ, അതിൻ്റെ സമയം കഴിഞ്ഞു. അതിന് ശേഷമാണ് അറുക്കൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട പ്രധാനപ്പെട്ടതിൻ്റെ സമയം കയറി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട അടുത്ത കാര്യം, അതായത് ഉദ്ഹിയ്യത്ത് കർമ്മം നടത്തുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം നിയ്യത്തിൻ്റെ കാര്യമാണ്. നിയ്യത്തിൻ്റെ കാര്യം കൃത്യമാകാതെ ഒരുപാട് പേര് ഉദ്ഹിയ്യത്തിൽ ചേരുന്നുണ്ട്. സ്വന്തമായി അറുക്കുന്നവർ അല്ലെങ്കിൽ ഷെയർ ചേർന്ന് അറുക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും നിയ്യത്തിൻ്റെ വിഷയം പരിഗണിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് ഉദ്ഹിയ്യത്ത് ഉണ്ടാവില്ല. നമ്മളെ മാംസം ദാനം ചെയ്തു പോയിട്ടുണ്ടാവും, ആളുകൾക്ക് എത്തിയിട്ടുണ്ടാവും, കഴിക്കുന്നുണ്ടാവും, അതിൻ്റെ ഒരു കൂലി കിട്ടുമെന്നല്ലാതെ ഉദ്ഹിയ്യത്തിൻ്റെ പുണ്യം കിട്ടില്ല. എന്തില്ലെങ്കിൽ? നിയ്യത്തില്ലെങ്കിൽ. നിയ്യത്ത് മസ്റ്റാണ്. നിയ്യത്ത് വെക്കുന്നതിൽ ഒരുപാട് പേർക്ക് പരാജയം സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷെയർ ചേർന്ന് അറക്കുമ്പോൾ പലരും നിയ്യത്ത് ചെയ്യുന്നില്ല. ആരെങ്കിലും ഒരാൾ നിയ്യത്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് മാത്രം വെക്കും, ബാക്കിയുള്ളവർ നിയ്യത്ത് മിസ്സായി പോകും. ഉദ്ഹിയ്യത്തിൻ്റെ കൂലി കിട്ടില്ല. മാംസം വിതരണം ചെയ്ത് അതിൻ്റെ പുണ്യം കിട്ടുമെന്നല്ലാതെ ഉദ്ഹിയ്യത്തിൻ്റെ കൂലി കിട്ടില്ല. എന്തില്ലെങ്കിൽ? നിയ്യത്തില്ലെങ്കിൽ. അതുകൊണ്ട് മസ്റ്റായി നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കണം നിയ്യത്തിനെ കുറിച്ച്. എങ്ങനെ ഉദ്ഹിയ്യത്തിൻ്റെ നിയ്യത്ത് വെക്കാം? പല ആളുകളും പലതരത്തിലും വെക്കാറുണ്ട്. ഉലമാക്കൾ ഗൗരവമേറിയ ചർച്ച നടത്തിയിട്ടുണ്ട് ഉദ്ഹിയ്യത്തിൻ്റെ നിയ്യത്തിൻ്റെ കാര്യത്തിൽ. ഇതെൻ്റെ ഉദ്ഹിയ്യത്താണ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാകുമെന്നാണ്. അവിടെ പ്രത്യേകം സുന്നത്തായ ഉദ്ഹിയ്യത്ത് എന്ന് പറയണമെന്നാണ്.
ഒരാൾ കരുതുമ്പോൾ ഇതെൻ്റെ ഉളുഹിയ്യത്താണ്, അല്ലെങ്കിൽ എൻ്റെ ഉളുഹിയ്യത്താണ് ഈ അറുക്കുന്നത് എന്നൊക്കെ ആ അറുക്കുന്ന വേളയിൽ അല്ലെങ്കിൽ അതിന് മുമ്പായി അല്ലെങ്കിൽ മൃഗത്തെ പ്രത്യേകം നോക്കിക്കൊണ്ടൊരാൾ കരുതിയാൽ, ചുമ്മാ ഉളുഹിയ്യത്ത് എന്ന് കരുതിയാൽ അത് ഫർളായി പോകും, നിർബന്ധമായി പോകും. അതിൻ്റെ എല്ലാ ഭാഗവും ദാനം ചെയ്യണം. ഒരല്പം പോലും അദ്ദേഹത്തിന് സ്വയം എടുക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് അത് ഷെയർ ചെയ്ത് ഇങ്ങനെ കറങ്ങിയടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വീട്ടിൽ വരാൻ പാടില്ല. ഫർളാകും, വാജിബാകും, നിർബന്ധമായി പോകും. അപ്പോൾ സുന്നത്തിന് പ്രത്യേകം സുന്നത്തിനെ ആഡ് ചെയ്തുകൊണ്ടുള്ളൊരു കരുതൽ വേണം, നിയ്യത്ത് വേണമെന്നാണ്. അപ്പം എങ്ങനെ നിയ്യത്ത്? നവൈത്തുൽ ഉളുഹിയ്യത്തൽ മസ്നൂനത്ത. എങ്ങനെയാ നിയ്യത്ത്? സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്തിനെ ഞാൻ കരുതി, അങ്ങനെ പറയണം. സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്ത്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയാം ഉളുഹിയ്യത്തിൻ്റെ സുന്നത്തിനെ ഞാൻ വിട്ടുന്നു, അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്തിനെ ഞാൻ കരുതി എന്ന് ഖൽബിൽ പറയാം. അതിനാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് നിയ്യത്ത് വെക്കുന്നത്? ഒന്നെങ്കിൽ ആ മൃഗത്തെ നമ്മൾ പ്രത്യേകം മാറ്റി നിർത്തിയിട്ട് ആ മൃഗത്തിലേക്ക് നമ്മൾ പ്രത്യേകം നോക്കി അതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നിയ്യത്ത് വെക്കാം, നവൈത്തുൽ ഉളുഹിയ്യത്തൽ മസ്നൂനത്ത. അല്ലെങ്കിൽ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്തിനെ ഞാൻ ഈ മൃഗത്തിൽ കരുതുകയാണ്. അങ്ങനെ അയാൾക്ക് കരുതാം, ആ മൃഗത്തിൽ കരുതാം ഇത് സുന്നത്തായ ഉളുഹിയ്യത്താണ്, സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താണ് എന്ന് കരുതാം. അല്ലെങ്കിൽ ആ മൃഗത്തിനെ അറുക്കുന്ന വേളയിൽ എൻ്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്ത് അറുക്കുന്നത് ഞാൻ കരുതുന്നു എന്ന് അറുക്കുന്ന വേളയിൽ കരുതാം. അല്ലെങ്കിൽ ഇയാൾ നിയ്യത്ത് വെക്കാൻ വേണ്ടി മറ്റൊരാളെ വക്കാലത്ത് ഏൽപ്പിക്കാം, ഒരാളെ ഏൽപ്പിക്കാം, അറുക്കുന്ന ആളെ ഏൽപ്പിക്കാം. അപ്പോൾ അറുക്കുന്ന ആൾക്ക് അറുക്കുമ്പോൾ ഇത് ഇന്നാളുടെ സുന്നത്തായ ഉളുഹിയ്യത്താണ് ഞാൻ ഈ അറുക്കുന്നത് എന്ന് അയാളുടെ നിയ്യത്തോടുകൂടെ അറുക്കുന്ന ആൾക്ക് കരുതാം. അറുക്കുന്ന ആളെ ഏൽപ്പിക്കണം നിയ്യത്ത്. അപ്പം ചേർന്ന് അറുക്കുമ്പോൾ ഓരോരുത്തരും നിയ്യത്ത് വെക്കണം, ഇതെൻ്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താണ്. അപ്പോൾ അടുത്തയാളും ഇതെൻ്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താണ്, ഇതെൻ്റെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താണ്. എത്ര പേരാ ചേർന്നത്? 2, 3, 4, 5, 6, 7, 7 പേര് വരെ ആകാമല്ലോ, 7 പേർക്കും ചേരാം. അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ടൊരാൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമല്ലോ, മെയിൻ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഏൽപ്പിക്കാം. എൻ്റെ നിയ്യത്ത് കൂടെ വെക്കണം, നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്, വക്കാലത്ത് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുക. അങ്ങനെ അദ്ദേഹം ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യുക? ആ നിയ്യത്ത് വെക്കുക. ഇത് ഇന്നയാളുടെയും ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്താണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു കരുതൽ കൊടുക്കുക. നിയ്യത്താക്കാൻ വേണ്ടി ആളെ ഏൽപ്പിക്കുക. ആരും നിയ്യത്ത് ചെയ്യാതെ അതിലെണ്ണപ്പെട്ട ഒരാൾ മാത്രം, അയാളുടെ മാത്രം നിയ്യത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ ബാക്കിയുള്ളവരുടെ ഒക്കെ പ്രിയപ്പെട്ടവരെ അമല് നഷ്ടപ്പെടും. അതുകൊണ്ട് നിയ്യത്ത് മസ്റ്റാണ്. ഒന്നെങ്കിൽ മൃഗത്തെ മാറ്റി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ അറുക്കുന്നയാൾ അറവ് നടത്തുമ്പോൾ ആരുടെയാണ് ഉളുഹിയ്യത്ത്, അറുക്കുന്ന ആളുടെയാണ് അങ്ങനെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ആണെങ്കിൽ അങ്ങനെ അവരെ ഏൽപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിയ്യത്ത് വെക്കാവുന്നതാണ്. ഏതായാലും മസ്റ്റായിട്ടും നിയ്യത്ത് വളരെ നിർബന്ധമാണ്, ഫർളാണ്, അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഇനി ഉളുഹിയ്യത്ത് കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മസ്അല ആരാണോ അറുക്കേണ്ടത് എന്നാണ്. അറവറിയാവുന്ന ആർക്കും അറുക്കാം. എന്നാൽ എൻ്റെ ഉളുഹിയ്യത്ത് ആരാ അറുക്കേണ്ടത്? എൻ്റെ ഉളുഹിയ്യത്ത് ഞാൻ തന്നെയാണ് അറുക്കേണ്ടത്. ഏറ്റവും കടമപ്പെട്ടവനും പുണ്യം കൂടുതൽ കിട്ടുന്നതും ഞാൻ തന്നെ ചെയ്യുമ്പോഴാണ്. അതെനിക്കറിയാമെങ്കിൽ, അറിവിൻ്റെ മസ്അല അറിയണം, ചുമ്മാ അറക്കാൻ പറ്റൂല. അറിവിൻ്റെ മസ്അലകൾ അറിയാവുന്ന, അറിവിൻ്റെ ഫറലുകൾ അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ അവർക്ക് സ്വന്തം അറുക്കാം. അതാണ് ഏറ്റവും നല്ലത്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 ഉളുഹിയ്യത്ത് കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഉളുഹിയ്യത്ത് എന്നിട്ട് 60 എണ്ണത്തെയും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറുത്തു, ഉളുഹിയ്യത്ത് സ്വന്തം അറുത്തു, ബാക്കിയുള്ളത് അലിയാർ തങ്ങളെ ഏൽപ്പിച്ചു എന്നൊക്കെ നമുക്ക് കിതാബിൽ കാണാം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് അറുക്കുകയാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കി സ്വന്തം ചെയ്യാൻ അതിനുള്ള കരുത്തും അറിവും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ അറുക്കാൻ വേണ്ടി നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാം, വക്കാലത്ത് ഏൽപ്പിക്കാം, അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. ആ ഏൽപ്പിക്കുന്ന ആളോട് ഒന്നുകിൽ നമ്മൾ നിയ്യത്ത് ചെയ്യണം അറുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആളെ നിയ്യത്ത് പറഞ്ഞൊക്കെ ഏൽപ്പിച്ച് റെഡിയാക്കിയിട്ട് അദ്ദേഹത്തെ അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കണം. ഈ ഏൽപ്പിക്കുന്ന ആൾ കുറേ പേര് ഷെയർ ചേർന്നാണ്, 7 പേര് കൂടെ ഷെയർ ചേർന്നാണ്, 5 പേരുണ്ട്, 3 പേരുണ്ട്, അതിൽപ്പെട്ട ആർക്കും ഏറ്റെടുക്കാം. കാരണം അവരുടെയൊക്കെ ഉളുഹിയ്യത്താണല്ലോ, അവർക്ക് അറുക്കാവുന്നതാണ്. അതല്ലാത്ത പുറത്തു നിന്ന് മറ്റൊരാൾ നമുക്ക്, സാധാരണ മൊല്ലാക്കന്മാരെ കൊണ്ട് നമ്മൾ അറുപ്പിക്കും. അവർക്ക് അറിവിൽ നല്ല എക്സ്പേർട്ട് ഉണ്ടാവും, അറിയാവുന്നവരായിരിക്കും. അതുകൊണ്ട് അവരെ ഏൽപ്പിക്കും. അവരെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിക്കണം. നിയ്യത്ത് അവരെയാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അവരോട് പ്രത്യേകം പറയണം, ഉളുഹിയ്യത്താണെന്ന് പറയണം. അവർക്ക് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ആ അറുക്കുക എന്ന് പറയുന്ന ആ പ്രവർത്തനം നമ്മൾ ജോലി ചെയ്യിപ്പിക്കുകയാണല്ലോ, നമ്മുടെ ഒരു ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള വേദന നമ്മൾ കൊടുക്കണം. അത് പലപ്പോഴും ഉളുഹിയ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. ഒരു പണിയെടുപ്പിച്ചാൽ അത് ഏത് കർമ്മം അങ്ങനെ തന്നെയാണ്. പലപ്പോഴും അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്, ഒരുപാട് സഹോദരങ്ങളുടെ
ഒരുപാട് ഉസ്താദുമാരുടെ, മുക്രി ഉസ്താദുമാരുടെ, മൊല്ലാക്ക ഉസ്താദുമാരുടെ അനുഭവങ്ങൾ ഒരുപാട് ഉരുക്കളിങ്ങനെ അർപ്പിക്കുക. അദ്ദേഹം കഷ്ടപ്പെട്ട് ഇടങ്ങേറായിട്ട് അറുക്കുക, ഒന്നും കൊടുക്കില്ല, അല്ലെങ്കിൽ പിന്നെ കാണാമെന്ന് പറയാം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഉളുഹിയ്യത്ത് എന്ന് പറയുന്ന പരിശുദ്ധമായ പുണ്യമായ കർമ്മം നടത്തുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട ആരെല്ലാം എന്തെല്ലാം പണിയെടുക്കുന്നുണ്ടോ അവരെയൊക്കെ നമ്മൾ പരിഗണിച്ചു കൊടുക്കണം. ഒരാളെയും വിഷമിച്ച് വേദനയാക്കിയിട്ട് പ്രയാസപ്പെടുത്തിയിട്ട് ഈ ഒരു കർമ്മത്തിലേക്ക് കൊണ്ട് പോകാൻ പാടില്ല. സാന്ദർഭികമായി പറഞ്ഞതാണ്. അപ്പോൾ ഏതായിരുന്നാലും സ്വന്തമായി അറുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും അഫ്ളൽ. അല്ലെങ്കിൽ അറുക്കാൻ വേണ്ടി ആളെ ഏൽപ്പിക്കാം. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഉദ്ഹിയ്യത്ത് നമ്മളെപ്പോലെ തന്നെ സുന്നത്താണ്. ഒറ്റക്ക് അറുക്കുന്ന കഴിവുള്ളവർ അങ്ങനെ തന്നെ ചെയ്യണം. ഷെയർ ചേരാൻ കഴിവുള്ളവർക്ക് ഷെയർ ചേർന്ന് അറുക്കണം. എന്നാൽ അവർക്ക് സ്വന്തമായി അറുക്കുന്നതിനേക്കാൾ നല്ലത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതാണ്. സഹോദരങ്ങളെ ഏൽപ്പിക്കാം. ഒരു സ്ത്രീ ഉദ്ഹിയ്യത്ത് അറുത്തു എന്നുള്ളത് കൊണ്ട് തിന്നാൻ കൊള്ളില്ല എന്നുണ്ടോ? ഇനി അങ്ങനെയും പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ വരും, സഹോദരിമാർ അറുത്താൽ കൊള്ളില്ല എന്നാണ് ഇവർ പറയുന്നത്. കുഴപ്പമില്ല, ഒരു സ്ത്രീക്ക് അറുക്കുന്നത് കൊണ്ട് ഒരു സ്ത്രീ നടത്തി. ഒരു സ്ത്രീ കോഴി അറുത്തു, ഒരു പെണ്ണ് കോഴി അറുത്തു, തിന്നാൻ കൊള്ളില്ല എന്നുണ്ടോ? കുഴപ്പമാണെന്നുണ്ടോ? ഇല്ല. പക്ഷേ ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ യോഗ്യരും അല്ലെങ്കിൽ അതിന് ഏറ്റവും പെർഫെക്റ്റും സഹോദരന്മാരാണ്. അതിൻ്റെ മരുന്നും അതിൻ്റെ രക്തവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടും സഹോദരിമാർക്ക് ഒരു ഉഷാറ് കുറവ് വേണ്ടല്ലോ. അതുകൊണ്ടാണ് സഹോദരിമാരെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ, പൊതുകാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് എന്താ? അവർ സ്വന്തമായി അറുക്കലല്ല, അവർ ചേർന്നിട്ടുണ്ടെങ്കിൽ അറിവിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഏൽപ്പിക്കലാണ് വേണ്ടത്. അതാണ് ഏറ്റവും പുണ്യം എന്നെല്ലാം ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അറുക്കാൻ അറിയുന്നവർ അതിൻ്റെ നിയമത്തോടു കൂടെ സ്വന്തമായിട്ടോ മറ്റുള്ളവരെ ഏൽപ്പിച്ചു അറുക്കാം. അറുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മൃഗത്തെ അറുക്കുമ്പോൾ മറ്റു മൃഗം കാണാൻ പാടില്ല. കത്തി ഇങ്ങനെ രാകുമ്പോൾ അല്ലെങ്കിൽ മൂർച്ച കൂട്ടുന്ന തേക്കുന്ന സമയത്ത് മൃഗങ്ങൾ കണ്ട് പ്രയാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഉദ്ഹിയ്യത്തിന് വേണ്ടി ഇപ്പോൾ ചില പള്ളിയുടെ പറമ്പുകളിലൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ബലിയിറക്കുമ്പോൾ ഒരു മൃഗത്തെ അറുക്കുന്നത് ലൈവായിട്ട് മറ്റു മൃഗം കാണുകയാണ്. അക്രമമാണ്. ഒരു കത്തി ഇങ്ങനെ തേക്കുന്നത് മറ്റൊരു മൃഗം, അറുക്കാൻ പോകുന്ന മൃഗം കണ്ടുകൊണ്ടിരിക്കുക, അവിടെ കത്തി തേച്ചുകൊണ്ടിരിക്കുക. ആ മൃഗത്തെ 2 പ്രാവശ്യം നീ കൊല്ലരുത്, അറുക്കരുത് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറയുന്നുണ്ട്. അത് വേദനയാകലാണ്, കൊല്ലാക്കൊല ചെയ്യും പോലെയാണ്. മറ്റൊരു മൃഗം കാണാൻ പാടില്ല. അതിന് കൃത്യമായി സേഫായിരിക്കണം. അല്ലെങ്കിൽ പ്രത്യേകം നമ്മൾ ഒരു വലിയ കാർഡ്ബോർഡ് കൊണ്ടൊക്കെ മറ വെച്ചിട്ട് വേണം, തൊട്ടടുത്ത മൃഗം കാണാതെ വേണം അതിനെ പ്രത്യേകിച്ച് ഓരോന്നിനെയും കൈകാര്യം ചെയ്യാൻ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ തന്നെ നല്ല മൂർച്ചയുള്ള കത്തികൾ അതിന് വേണ്ടി പ്രത്യേകിച്ച് കരുതണം. അറുക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പരിഗണിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ മയം കാണിക്കണം. ഏതായിരുന്നാലും അറുക്കാൻ പോവാണല്ലോ, അപ്പോൾ അങ്ങോട്ട് പിടിച്ചും മറിച്ച് പോലെ പിടിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. എന്ത് കരുതിയിട്ട് മൃഗത്തെ അറുക്കുമ്പോൾ കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. കിടക്കൂ മൃഗമേ, ഞങ്ങൾ അറുക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ മൃഗം സമ്മതിക്കൂല. അപ്പോൾ അതിൻ്റേതായ എന്നാൽ ക്രൂരമായ ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കൂടെ ഭയങ്കരമായ ബഹളവും ഒച്ചപ്പാടും ബഹളവും, ഇത് പേടിച്ച് ജീവൻ പോകുന്ന അവസ്ഥ, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. തക്ബീർ ചൊല്ലണം. അത് സന്തോഷത്തോടു കൂടെ ചെല്ലണം. ചുമ്മാ പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ടാക്കി മൃഗത്തെ വേദനിപ്പിക്കാൻ പാടില്ല. മൃഗത്തിൻ്റെ എല്ല് പൊട്ടിക്കാൻ പാടില്ല. മറിച്ചിടുന്ന സമയത്ത് എല്ലൊടിഞ്ഞു പോയി, ചെറിയൊരു വരിപ്പുണ്ടായി, അവിടെ കൊണ്ടു എല്ലൊടിഞ്ഞു പോയി, മറിച്ചിട്ടപ്പോൾ കാലൊടിഞ്ഞു പോയി, പിന്നെ ഉദ്ഹിയ്യത്ത് ഇറക്കാൻ പറ്റൂല. സാധാരണ ബലി ഇറക്കേണ്ടി വരും, ഉദ്ഹിയ്യത്തിന് യോഗ്യമല്ലാതെയായി പോകും. അതുകൊണ്ട് അത്തരം പ്രയാസങ്ങളിലേക്കൊന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ പോകാൻ പാടില്ല. ഇനി ഉദ്ഹിയ്യത്ത് അറുക്കേണ്ടത് ആരാണെന്ന് പറഞ്ഞു, അറുത്തു. ഇനി ഇതിനെ വിതരണം ചെയ്യേണ്ടത് ആർക്കാണ്? കൊടുക്കണമല്ലോ. ഇത് ആർക്കാ കൊടുക്കുക? ഇവിടെ സുന്നത്തായ ഉദ്ഹിയ്യത്തുണ്ട്, ഫർളായ വാജിബായ ഉദ്ഹിയ്യത്തും വരുന്നുണ്ട്. സുന്നത്തായ ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്തായി സാധാരണ അറുക്കുന്നത്. പിന്നെയോ ചില ആളുകൾ നേർച്ചയാക്കിയിട്ടുണ്ടാവും. ഇക്കൊല്ലത്തെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കിയെന്ന് നാവുകൊണ്ട് പറഞ്ഞ് നിയ്യത്ത് ചെയ്ത് നേർച്ചയാക്കിയിട്ടുണ്ടാവും. അവർക്ക് ആ ഉദ്ഹിയ്യത്ത് നിർബന്ധമാണ്, നേർച്ചയാണ്. ഇത് രണ്ടിൻ്റെയും വിതരണം 2 രീതിയിലാണ്. സുന്നത്തായ സാധാരണ നമ്മൾ സുന്നത്തിൻ്റെ നിയ്യത്ത് വെച്ച് സാധാരണ നമ്മൾ അറുക്കുന്ന ഉദ്ഹിയ്യത്തിൻ്റെ വിതരണം എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേട്ടോളൂ, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അതിൽ നിന്നും ഒരു ഭാഗം ബർക്കത്തിന് വേണ്ടി വീട്ടുകാരൻ എടുത്തു. ആ എടുക്കുന്നത് അതിൻ്റെ ലിവറിൽ നിന്നും കരളിൽ നിന്നുമാകൽ പ്രത്യേകം നല്ലതാണ് എന്നൊക്കെ ഉലമാ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരല്പം അതിൻ്റെ കരളിൽ നിന്നും ലിവറിൽ നിന്നും ഒരല്പം എടുത്തു. ബാക്കിയുള്ളത് മുഴുവൻ ദാനം ചെയ്തു. ഒന്നും ഇയാൾ എടുത്തില്ല. അതാണ് ഏറ്റവും അഫ്ളലായ ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്.
ഒരല്പം എടുത്തിട്ട് ബാക്കി മുഴുവൻ ദാനം ചെയ്തു. അത് ഏറ്റവും അഫ്ളലായ പുണ്യമാക്കപ്പെട്ട ഒരു ഉദഹിയത്തിൻ്റെ ഭാഗമാണ്. ഇനിയോ ഒരാൾ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു മൃഗത്തെ ഉദഹിയത്തറുത്തു. അതിൽ നിന്നും ഒരല്പം എടുത്തിട്ട് കുറച്ച് 1 കിലോ 1/2 കിലോ എടുത്തിട്ട് നാട്ടിൽപ്പെട്ട ആ അറുക്കപ്പെട്ട നാട്ടിൽപ്പെട്ട ഫക്കീർ മിസ്കീന്മാർ, പാവപ്പെട്ടവർ, അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. ഒറ്റ പൊതിയാണ് കൊണ്ടുപോയി കൊടുത്തത്. ബാക്കി മുഴുവൻ ഇയാളെടുത്തു. കുടുംബക്കാർ ഇയാളിങ്ങനെ എടുത്തു. ഒരല്പമാണ് ഉദഹിയത്തായിട്ട് ദാനം ചെയ്തത്. എന്നാലും ഉദഹിയത്ത് തന്നെയാകും അത്. കാരണം നിർബന്ധമായി ആ നാട്ടിൽപ്പെട്ട ഫക്കീർ മിസ്കീന്മാരിൽപ്പെട്ട സാധുക്കൾക്ക് ഒരു വിഹിതം കൊടുത്തല്ലോ. അപ്പോൾ അടിസ്ഥാനപരമായി ഉദഹിയത്ത് എന്ന് പറയുന്ന ആ ഒരു കർമ്മം അവിടെ നടന്നു. പക്ഷേ മുഴുവൻ ദാനം ചെയ്യുന്ന പുണ്യം കിട്ടണമെങ്കിൽ മുഴുവൻ ദാനം തന്നെ ചെയ്യണം. അത് രണ്ടും 2 രീതിയാണ്. ഇനി അറുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 1/3 ഭാഗം അയാൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അത് ഒരു മാന്യതയുടെ ഭാഗമാണ്. അതായത് അറുത്തിട്ട് ഒരു 1/3 ഭാഗം അയാൾ എടുത്തു. അയാൾക്ക് അയാളുടെ കുടുംബക്കാർക്ക് പലതും നിയ്യത്ത് ചെയ്തിട്ടുണ്ടാവും. ആ രീതിയിൽ അയാൾക്ക് ചെയ്യാവുന്നതാണ്. അറുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അയാൾ അറുക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തതിൻ്റെ ഉരുവിൻ്റെ 1/3 ഭാഗം അയാൾക്ക് അതുവരെ എടുക്കാം എന്ന് പറഞ്ഞാൽ അത് എടുത്തിരിക്കണം എന്നല്ല. 1/3 ഭാഗം ഞങ്ങളുടെ അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് തരണം, അത് എന്തോ ഒരു പുണ്യം അല്ല. പരമാവധി ദാനം ചെയ്യാണ് വേണ്ടത്. 1/3 കൂടുതൽ വീണ്ടും എടുക്കുക എന്ന് പറയുന്നത് അതൊരു അത്ര നല്ല നടപടിയല്ലല്ലോ. കാരണം ഒരുപാട് പുണ്യങ്ങൾ നഷ്ടമാകാണല്ലോ. ഏതായിരുന്നാലും ഒരല്പം എടുത്തിട്ട് ബാക്കി മുഴുവൻ കൊടുത്താൽ ഏറ്റവും പുണ്യമാണ്. ഒരാൾ ഒരല്പേ കൊടുത്തുള്ളൂ, ബാക്കി മുഴുവൻ എടുത്തു. എന്നാലും ഉദഹിയത്ത് ശരിയാകും, വീടുന്നതിന് പ്രയാസമില്ല. അപ്പോൾ അവിടെ സുന്നത്തായ ഉദഹിയത്തിൻ്റെ കാര്യമാണ്. എന്നാൽ നേർച്ചയാക്കപ്പെട്ട ഫർദായ ഉദഹിയത്ത് ഒരാൾ നേർച്ചയാക്കപ്പെട്ട് അറുക്കുന്നതാണെങ്കിൽ അതിൽ നിന്നൊരു അംശം പോലും എടുക്കാൻ പാടില്ല, അയാൾക്ക് കിട്ടാനും പാടില്ല. അപ്പോൾ മൊത്തം ഫക്കീർ മിസ്കിന്മാർക്ക് നമ്മളത് ഹദിയ ചെയ്യണം, അത് സ്വതക്ക ചെയ്യണം. അത് നാട്ടിലെ ദരിദ്രന്മാർക്ക് മാത്രം, സമ്പന്നന്മാർക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള, അതായത് പാവപ്പെട്ടവരാണെന്ന് അവരെ കുറിച്ച് പറയില്ല, അവർക്ക് കിട്ടാൻ പാടില്ല. അങ്ങനെയുണ്ട്. സുന്നത്തായ ഒരാൾ ഉദഹിയത്ത് അറുത്തു. ഇപ്പോൾ സുന്നത്തായ ഉദഹിയത്ത് സാധാരണ നമ്മൾ അറുക്കുന്ന ഉദഹിയത്ത് ഒരാൾ അറുത്തു. ആ അറുത്തതിൻ്റെ മാംസം ഇപ്പോൾ കൂട്ടമായിട്ട് പള്ളിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടി അറുക്കുമല്ലോ. അറുത്തിട്ട് ആ സുന്നത്തായ നമ്മൾ അറുത്ത ഉദഹിയത്തിൻ്റെ എല്ലാ പങ്കും ആ നാട്ടിൽ ഭൂരിഭാഗവും സമ്പന്നരായ ആളുകളുണ്ടാവും. അല്ലെങ്കിൽ ഈ മാംസം എത്തിയിരിക്കുന്ന ആളുകൾ മുഴുവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകളാണ്. സാധുക്കൾക്ക് നമ്മുടെ മൃഗത്തിൻ്റെ അംശം എത്തിയില്ല. സുന്നത്തായ ഉദഹിയത്തെക്കുറിച്ച് പറയാം. നമ്മുടെ മൃഗത്തിൻ്റെ അംശം പാവപ്പെട്ടവരായ ഒരാൾക്കും കിട്ടിയില്ല. അങ്ങനെ കൂട്ടിയിട്ട് വിതരണം ചെയ്തപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ ഉദഹിയത്തിൻ്റെ പീസുകൾ, അതിൻ്റെ ഭാഗങ്ങൾ ചെന്നത് പാവപ്പെട്ടവർക്കല്ല, ആ നാട്ടിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾക്കാണ്. എന്നാൽ ആ ഉദഹിയത്ത് ബാത്തിലാവും. അതുകൊണ്ട് നിർബന്ധമായും പ്രത്യേകിച്ച് ഈ കൂട്ടമായിട്ട് പള്ളിയിൽ അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് മാംസം വിതരണം ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ, അവിടെ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. അതിന് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ? നമ്മുടെ അറുത്ത വിഹിതത്തിൽ നിന്നും ഒരു വിഹിതം, ഒരു പങ്കെങ്കിലും നമ്മൾ എടുത്തിട്ട് നമ്മളൊരു പാവപ്പെട്ടവന്, അത് കുടുംബക്കാരനാകാം അയൽവാസിയാകാം, അവർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഉറപ്പായി ഒരു ഭാഗം ഏതായിരുന്നാലും ഓക്കെ ആയിട്ടുണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സുന്നത്തായ ഉദഹിയത്തിൽ നിന്നും നമുക്ക് സ്വന്തമായിട്ടെടുക്കാം. ഫുഖറാക്കൾക്ക്, പാവപ്പെട്ടവർക്ക് നിർബന്ധമായി ഒരു വിഹിതമെങ്കിലും എത്തിയിരിക്കണം. അധികവും അവർക്കാണ് വേണ്ടത്. സമ്പന്നർക്കും കൊടുക്കാം, അവർക്ക് സ്വീകരിക്കാം. എന്നാൽ ഫർളായ ഉദഹിയത്തിൻ്റെ ഒരംശം പോലും നമുക്കെടുക്കാൻ പാടില്ല, സമ്പന്നർക്ക് കിട്ടാനും പാടില്ല. പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കണം. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾ അറുക്കുന്ന ഉദഹിയത്തിൻ്റെ മാംസം മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന്, മറ്റൊരു നാട്ടിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ കൂട്ടുകാർ അവിടെ ആയിരിക്കും. മറ്റൊരു നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റും. സുന്നത്തായ നമ്മളെ സാധാരണ ഉദഹിയത്ത്, സുന്നത്തിൻ്റെ നെയ്യത്തിൽ ചെയ്യുന്ന ഉദഹിയത്താണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, നാട്ടിൽപ്പെട്ട സാധുക്കൾക്ക് ഒരു വിഹിതം കൊടുത്തിരിക്കണം. പിന്നെ ബാക്കിയുള്ളത് മറ്റു നാട്ടിലേക്ക് നീക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എന്നാൽ ഫർളായ ഉദഹിയത്തിൻ്റെ അംശത്തിൽ നിന്നും ഒരംശം പോലും, നിർബന്ധമായ ഉദഹിയത്താണ് നേർച്ചയാക്കപ്പെട്ടതാണെങ്കിൽ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് നാട്ടിൽപ്പെട്ട സമ്പന്നർക്കും പാടില്ല, നമുക്ക് കൊടുക്കാൻ പാടില്ല. സാധുക്കൾക്ക്, ഫുഖറ, മസാക്കീനുമാർക്ക് മാത്രം തന്നെ കൊടുക്കേണ്ടതാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഉദഹിയത്തിൻ്റെ വിതരണത്തിൻ്റെ കാര്യത്തിൽ ഒരു കാലങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രമാദമായ വലിയൊരു വിഷയം, വലിയൊരു മസല ചർച്ച അല്ലെങ്കിൽ ഒരു തർക്കം എന്ന് പറയുന്നത് അമുസ്ലിമീങ്ങൾക്ക് ഉദഹിയത്തിൻ്റെ മാംസം കൊടുക്കാൻ പറ്റുമോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, അതിൽ ഒരു തർക്കത്തിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിനനുസരിക്കുന്നവരാണ്. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഉദഹിയത്ത് അറുത്തത്. അള്ളാഹു പറഞ്ഞതുകൊണ്ടാണല്ലോ നമ്മൾ ഉദഹിയത്ത് അറുക്കുന്നത്, ദീൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ദീൻ പറഞ്ഞതുപോലെ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതും.
അള്ളാഹു പറഞ്ഞതിനെ അനുസരിച്ച് നമ്മൾ ഉളുഹിയത്ത് അറുത്തു. വിതരണം ചെയ്യുന്നിടത്ത് അള്ളാഹു ദീൻ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നില്ല, നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ച്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ട എന്നറിയോ, ഉളുഹിയത്തിൻ്റെ പ്രത്യേകമായ നിയ്യത്തിൽ ഒരു ഖുർബാനാണിത്, ഒരു പ്രധാനപ്പെട്ട ഇബാദത്താണ്. ഇബാദത്തിൻ്റെ, അതുകൊണ്ടാണ് ഇത്ര നിയമങ്ങളും ഇത്ര മര്യാദകളൊക്കെ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഇബാദത്തിൻ്റെ ഒരു അറവാണ് ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ മാംസമാണ്. അപ്പോൾ ഇബാദത്തിൻ്റെ പ്രത്യേക ഒരു ആരാധനയുടെ ഭക്ഷണമായതുകൊണ്ട് മറ്റുള്ള അന്യമതസ്ഥരായ ആളുകൾക്ക് അത് കൊടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്ന് ശറഅ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ, നമ്മുടെ സഹോദര സമുദായത്തോട് ഒരു വെറുപ്പുള്ളത് കൊണ്ടല്ല. പെരുന്നാൾ ദിവസത്തിൻ്റെ അന്ന് ഉളഹിയ്യത്ത് കർമ്മം നടക്കുമ്പോൾ തന്നെ, അതിനിടയിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഒരല്പമല്ല, 5 കിലോയും 10 കിലോയല്ല, ഒരു ഉരുവിനെ തന്നെ വാങ്ങിക്കൊണ്ടുവന്നു ഒരാൾ. എന്നിട്ട് അയാൾ അതിനെ അറുത്തു. എന്താണ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നത്? എൻ്റെ നാട്ടിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, എൻ്റെ നാട്ടിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, ആ മുസ്ലിമീങ്ങളായ ആളുകൾ. അവർ ഈ ദിവസത്തിൽ സന്തോഷിച്ചോട്ടെ, നമുക്ക് വലിയ സന്തോഷമല്ലേ, അവരും സന്തോഷിച്ചോട്ടെ എന്നുള്ള നിയ്യത്തിൽ ഒരാൾ നമ്മുടെ നാട്ടിൽപ്പെട്ട ഇതര സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവരൊക്കെ നിയ്യത്ത് ചെയ്തിട്ട് മനസ്സിൽ കരുതിയിട്ട് അവർക്കൊരു സ്വതക്ക എന്നുള്ള നിയ്യത്തിൽ ആ ദിവസം ഒരാൾ ഒരു ഉരുവിനെ അറുത്തു, ദാനം ചെയ്തു. ഏറ്റവും പുണ്യമുള്ളൊരു കാര്യമാണ്. കാരണം പെരുന്നാളിൻ്റെ അന്ന് സ്വതക്ക എന്ന് പറയുന്നത്, അതിൽ മതം നോക്കാൻ പാടില്ല, അതിൽ ദീൻ നോക്കാൻ പാടില്ല, മുസ്ലിമിനെ മാത്രം ആക്കാൻ പാടില്ല. പാവപ്പെട്ട എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളെയും, പ്രത്യേകിച്ചൊരു ഭക്ഷണമല്ലേ, മാംസമല്ലേ ദാനം ചെയ്യുന്നത്, അവർക്ക് പറ്റുന്നവർക്കൊക്കെ വിതരണം ചെയ്യാം. ഒരല്പമല്ല, ഒരു ഉരുവിനെ തന്നെ ആ സ്വതക്കയുടെ നിയ്യത്ത് വെച്ച് തന്നെ ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്നത് കൊടുക്കുന്നതുകൊണ്ട് വിരോധമില്ല, നമ്മൾ കൊടുക്കുന്നത് ഏതേ പാടുള്ളൂ, നമ്മളുടെ ഈ കൊടുക്കാനുള്ള നിയ്യത്തിൽ മാത്രം. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നൊരു പരിശുദ്ധമായ ഇബാദത്ത്. ആ ഇബാദത്തിൽ മുഅ്മിനീങ്ങൾ മാത്രം പങ്കാളിയാകണ്ട, മുസ്ലിമീങ്ങൾ മാത്രം പങ്കാളിയാകണമെന്ന് ദീൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ പരിഗണിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിർബന്ധമായ ഒരാൾ നേർച്ചയാക്കി ഉളുഹിയ്യത്ത് അറുത്താൽ ആ നാട്ടിലെ സമ്പന്നരായ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല, ഹറാമാണ്. നമ്മൾ സ്വന്തം എടുക്കാൻ പാടില്ല, നമ്മൾ മുസ്ലിം അല്ലേ. നമ്മുടെ വീട്ടിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ഉളുഹിയ്യത്ത് നിർബന്ധമായ ഉളുഹിയ്യത്താണ്, ഫറലാണ്, നമ്മൾ നേർച്ചയാക്കിയതാണ്. എന്നാൽ അതിൽ നിന്നൊരല്പം, ഒരു പീസ് പോലും നമ്മൾ എടുക്കാൻ പാടില്ല. എന്നാലോചിച്ച് നോക്കിയേ, അമുസ്ലിമീങ്ങൾക്ക് ഉളുഹിയ്യത്തിൻ്റെ മാംസം കൊടുക്കാൻ പാടില്ല. നമ്മളിവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. എന്തിനാ പ്രിയപ്പെട്ടവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാ വസ്വാസ് ഉണ്ടാക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ട് ഫറലായ ഉളുഹിയ്യത്തിൽ എടുക്കാൻ പാടില്ല എന്ന് ദീൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല, ഹറാമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാകാഞ്ഞിട്ടാണോ? നമ്മൾ മോശക്കാരായിട്ടാണോ? അല്ല, ദീൻ അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, സുന്നത്തായ ഉളുഹിയ്യത്ത് എന്നുള്ള നിയ്യത്തിൽ നമ്മൾ അറുക്കുമ്പോൾ അതിൽ നിന്നും, ആ ഇബാദത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കൊടുക്കാൻ പാടില്ല. അല്ലാതെ ഒരു ഉരുവിനെ വേണമെങ്കിൽ അറുക്കാൻ നമുക്ക് കൊടുക്കാം, ഉളുഹിയ്യത്തിൻ്റെ നിയ്യത്ത് വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട, അത് വേവിച്ചോ, ഉളുഹിയ്യത്തിൻ്റെ നിയ്യത്തിലുണ്ടാക്കിയത് വേവിച്ചോ കറിയായിട്ടോ ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതല്ല, നമുക്ക് കൊടുക്കാവുന്നതാണ്, ഒരു വിരോധവുമില്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരാൾ ഉളുഹിയ്യത്ത് അറുക്കുന്നു, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്, ചേർന്നിട്ട് അറുക്കുക. 2 ആളോ 3 ആളോ 7 ആൾ വരെ ചേരാം. അല്ലെങ്കിൽ ഒരു ഉളുഹിയ്യത്തിൻ്റെ മൃഗത്തിൽ 7 നിയ്യത്തുകൾ പറ്റും. നമ്മൾ അക്കീക്കത്തിൻ്റെ നിയ്യത്തൊക്കെ പറയും, ഇതിൻ്റെ കൂടെ പറ്റും. അപ്പോൾ ഒരാൾ ഒരു ഉരുവിനെ വാങ്ങി, അതിൽ 7 ഭാഗമായിട്ട് അയാൾ ഡിവൈഡ് ചെയ്യാണ്. ഒരു ഉരുവിനെ അയാൾ സ്വന്തമായിട്ട് വാങ്ങി, അതിൽ 7ൽ 1 ഭാഗം എൻ്റെ സുന്നത്തായ ഉളുഹിയ്യത്താണ് കരുതി അയാൾ, 7ൽ 1 ഭാഗം എൻ്റെ ഇന്ന മോൻ്റെ ഹഖീഖത്താണ്, 7ൽ 1 ഭാഗം എൻ്റെ ഇന്ന മോളുടെ ഹഖീഖത്താണ്. പലരും ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വന്തം, ഇപ്പം നമ്മൾ പ്രായപൂർത്തിയായി നമ്മുടെ ഹഖീഖത്ത് നിയ്യത്ത് ചെയ്യാം, ഭാര്യയുടെ നിയ്യത്ത് ചെയ്യാം, മാതാപിതാക്കളുടെ അറുത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ നിയ്യത്ത് ചെയ്യാം. 7 വരെ നിയ്യത്ത് പറ്റും. അതിൽ ഒന്നെന്താ? ഉളുഹിയ്യത്താണ്. അതിൽ ഒന്നൊരാൾക്ക് എന്ത് കരുതാം? ചുമ്മാ ഇറച്ചിക്ക് വേണ്ടി, മാംസത്തിന് വേണ്ടി 7ൽ 1 ഭാഗം മാംസത്തിന് വേണ്ടിയിട്ട് ചുമ്മാ ഇറച്ചി കിട്ടാൻ ഉളുഹിയ്യത്തിൻ്റെ നിയ്യത്തിലാക്കിയത് തന്നെ നിയ്യത്തില്ല, അങ്ങനെ അയാൾക്ക് നിയ്യത്ത് ചെയ്ത് 7ൽ 1 ഭാഗം, അപ്പം അങ്ങനെ വരും. അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ 7ൽ 1 ഭാഗം നിയ്യത്ത് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽപ്പെട്ട ക്രൈസ്തവരായ ഹൈന്ദവരായ സഹോദരങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അയൽപക്കത്തുള്ള സഹോദരങ്ങൾ, നമ്മുടെ വേണ്ടപ്പെട്ട നാട്ടിലുള്ള സഹോദരങ്ങൾ, അവർക്ക് സ്വതക്കക്ക് വേണ്ടിയാണ് 7ൽ 1 ഭാഗം എന്ന് ഞാൻ കരുതിയാൽ, എൻ്റെ മൃഗത്തിൻ്റെ ഉളുഹിയ്യത്ത് നമ്മൾ അറുക്കുന്ന അതേ മൃഗത്തിൻ്റെ 7ൽ 1 ഭാഗത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഉളുഹിയ്യത്തിൻ്റെ
കറക്റ്റായ നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ദീൻ പറഞ്ഞ് നമ്മൾ കേട്ടേ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വേറെ ഒരു വിരോധവുമില്ല, നമ്മളവരെ പരിഗണിക്കേണ്ടവരാണ്, അവർ നമ്മളെയും പരിഗണിക്കേണ്ടവരാണ്. പക്ഷേ അതിനെല്ലാം കൃത്യമായിട്ട് ദീനിൽ നമ്മൾ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹിനനുസരിക്കുക, ദീനിനനുസരിക്കുക. അത് വേറൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. ആ തരത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കാന്നല്ലാതെ ഇവിടെ ഒരു പ്രയാസമില്ല. ഞങ്ങൾക്ക് ഉദ്ഹിയ്യത്തിൻ്റെ മാംസം തരുന്നില്ല, ഇവിടെ ആരാധനയുടെ മാംസം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും ഒരു പോസ്റ്റ് അടിക്കുന്നില്ല, ഒരാളും ഇൻകുലാബാദ് വിളിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്കറിയാം നമ്മുടെ ഇബാദത്തിൻ്റെ. പിന്നെ നമുക്കിടയിലാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ഫിത്തനയാണ്. അതൊരു നാട്ടിൽ ഫിത്തന ഉണ്ടാക്കുക, പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുന്നത് കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ ഗൗരവമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകാൻ തന്നെ പാടില്ല. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഉദ്ഹിയ്യത്തിൻ്റെ മാംസം എങ്ങനെ ആർക്കാണ് വിതരണം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം അതിൻ്റെ ഉദ്ഹിയ്യത്തിൻ്റെ തോല്. അത് വിൽക്കാൻ പാടില്ല. ഉദ്ഹിയ്യത്തിൻ്റെ തോല് മൻബഅ, ഒരാൾ വിറ്റാൽ അയാൾക്ക് ഉദ്ഹിയ്യത്തില്ല, ഉദ്ഹിയ്യത്ത് അവരുടെ ബാത്തിലായി പോകും എന്ന് ഹദീത്തുകൾ വെച്ചിട്ട് ഉലമാ പറഞ്ഞിട്ട് വൻകുറ്റമാണെന്ന് ഉദ്ഹിയ്യത്തിൻ്റെ തോല് വിൽക്കുക. ഇപ്പോൾ ഒരു ജമാഅത്തിൻ്റെ കീഴിൽ ഇറക്കുന്ന മുഴുവൻ ഉദ്ഹിയ്യത്തിൻ്റെ തോലും ജമാഅത്ത് സ്വീകരിച്ചിട്ട് അത് വിറ്റിട്ട് ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്, തിന്മയാണ്, അത് നിഷിദ്ധമാണ്. അതിന് ഉദ്ഹിയ്യത്ത് ഇറക്കുന്നവർ വകവെച്ചു കൊടുക്കാൻ പാടില്ല. കാരണം ഉദ്ഹിയ്യത്ത് നമ്മുടെ ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് വാങ്ങിയ ഉദ്ഹിയ്യത്തല്ലേ. അതുകൊണ്ട് ഇത് ശരിയാകാതെ ബാത്തിലായി പോകാമെന്ന് പറയുന്നത്. അതുകൊണ്ട് സംസാരിക്കണം, ഇത് പറ്റൂല എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മളതിൻ്റെ മറ്റു പരിഹാരങ്ങൾ കാണണം. എന്താ പരിഹാരം? ഉദ്ഹിയ്യത്തിൻ്റെ അറുത്ത ആ മൃഗത്തിൻ്റെ തോൽ എന്താ ചെയ്യേണ്ടത്? ഷെയർ ചേർന്ന് നടത്താലും ഒറ്റക്കാണെങ്കിലും അവരൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഈ തോല് നാട്ടിലുള്ള പാവപ്പെട്ട ഫക്കീർ മിസ്കീന്മാർക്ക് ദാനം ചെയ്യാം. അപ്പോൾ നാട്ടിൽപ്പെട്ടൊരു പാവപ്പെട്ടവൻ വിളിച്ചുകൊണ്ട് വന്നു, ഈ തോല് നിനക്ക് ഞാൻ ഉടമപ്പെടുത്തി തന്നു, നിനക്ക് സ്വതക്ക ചെയ്തു തന്നിരിക്കുന്നു. കാരണം അറുക്കലോട് കൂടെ തന്നെ ഉടമയുടെ അവകാശം നീങ്ങിപ്പോവുകയാണ്, പാവപ്പെട്ടവരിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? നാട്ടിലെ പാവപ്പെട്ടവർ വിളിച്ചുകൊണ്ട് വന്നിട്ട് എൻ്റെ ഉദ്ഹിയ്യത്തിൻ്റെ ഈ തോല് നിനക്ക് ഞാൻ സ്വതക്കയായി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് സ്വതക്കയായി കൊടുക്കാം. അപ്പോൾ അവരത് സ്വീകരിക്കാം. സ്വതക്ക അവർ സ്വീകരിച്ചു. എന്നിട്ട് ആ കിടന്ന കിടപ്പിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യുക? ഇത് വിൽക്കാൻ വേണ്ടി ജമാഅത്ത് കമ്മിറ്റിയോ കൂട്ടുകാരനെയോ ആരെയും ഏൽപ്പിക്കാം. അത് കാരണം അവർക്കത് ഉടമപ്പെടുത്തി കിട്ടുന്നുണ്ട്. അവർ പാവപ്പെട്ടവരാണ്, അവരുടെ അവകാശമാണ്, അവർക്ക് സ്വന്തമായി കിട്ടി. ഇനി അവർക്ക് കച്ചവടം ഇവനെ തന്നെ ഏൽപ്പിക്കാം, മുതലാളിയെ തന്നെ. ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ് ഞാൻ സ്വീകരിച്ചു, ഒന്ന് വിറ്റ് തരാൻ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ വിറ്റിട്ട് അതിൻ്റെ ക്യാഷ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ആരെ നിർത്തിയിട്ട്, നാട്ടിലെ പാവപ്പെട്ടവനെ നിർത്തിയിട്ട്, അതിൻ്റെ അവകാശിയെ നിർത്തിയിട്ട് നമ്മൾ സ്വതക്കയായിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ വിറ്റിട്ട് കാശ് സ്വതക്കയായിട്ട് കൊടുത്താൽ പോരാ. അവർക്ക് നേരിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഏൽപ്പിക്കാവുന്നതാണ്. ഈ ഉദ്ഹിയ്യത്തിൻ്റെ തോല് ഒരാൾക്ക് സ്വന്തമായിട്ട് അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അതിനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നതിന് കുഴപ്പമില്ല. എടുക്കുന്നുണ്ടെന്ന് വിറ്റ് കാശാക്കി എടുക്കാമെന്നല്ല, അതിനെ സ്വന്തമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉദ്ഹിയ്യത്തിൻ്റെ തോല് സ്വന്തമായിട്ട് അവന് ഉപയോഗിക്കാം. അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അപ്പോൾ തോൽ എന്തെങ്കിലും പരിപാടികൾക്ക് വേണ്ടി, പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവൻ ഉപയോഗിച്ച് സ്വന്തമായിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? സാധുക്കൾക്ക് അത് സ്വതക്ക ചെയ്യണം. അത് വളരെ മസ്റ്റാണ്. അത് നമ്മൾ വിൽക്കുന്ന അവസ്ഥയിലേക്ക്, നേരിട്ട് വിറ്റിട്ട് കാശ് കൊണ്ടുപോയി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നേരിട്ട് ഫുക്കറാക്കൾക്ക്, പാവപ്പെട്ടവർക്ക് നമ്മൾ സ്വതക്കയായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ വിൽപ്പനയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. തോൽ വിൽക്കുന്നതും അതിൻ്റെ പാഴ്സികൾ വിൽക്കുന്നതും കൊടുക്കുന്നതുമൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് തന്നെയാകണം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും പ്രധാനപ്പെട്ട കാരണമാണ്. അറുത്ത ആൾക്ക് കൂലിയായി തോല് കൊടുക്കുക ഒരിക്കലും പാടില്ല. അവർക്ക് കൂലി തന്നെ കൊടുക്കണം. പിന്നെ അറുത്ത ആളൊരു പാവപ്പെട്ടവനാണ്, നാട്ടിലൊരു സാധുവാണ്, നമുക്കറിയാം. എന്നാൽ അവന് കൂലിയായിട്ടല്ല, പിന്നെ ഈ തോല് നിനക്ക് ഞാൻ സ്വതക്കയായി തന്നിരിക്കുന്നു എന്ന് പറയാം. അയാൾക്ക് സ്വീകരിക്കാൻ കുഴപ്പമില്ല. പിന്നെ അയാൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം, അദ്ദേഹത്തിന് വിൽക്കാം, അതിന് അവകാശിയാണ്, പാവപ്പെട്ടവനാണ് എന്നുള്ള നിലക്ക് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു കേസുള്ളത് ഉദ്ഹിയ്യത്തിൻ്റെ മാംസം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ എന്ന്. കാരണം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചകളൊക്കെ വരും, ഉദ്ഹിയ്യത്തിൻ്റെ മാംസം 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് ഹദീത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ചർച്ചകളും എല്ലാ കൊല്ലം വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഉദ്ഹിയ്യത്തിൻ്റെ മാംസം സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു സീസണിൽ, അതായത് ഓരോരുത്തരും സൂക്ഷിച്ചു വെച്ചാൽ പാവപ്പെട്ടവർക്കൊന്നുമില്ലാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 3 ദിവസത്തിൽ സൂക്ഷിക്കാൻ പാടില്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ആ ഭാഗത്താണ്. പിന്നെ അതിനെ തിരുത്തി പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല ഹദീസുകൾ എമ്പാടും കാണാൻ പറ്റും, ഒരുപാട് ദിവസം സൂക്ഷിച്ചതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കത് സൂക്ഷിക്കാം, 3 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഉണക്കി സൂക്ഷിക്കാം, എങ്ങനെയും സൂക്ഷിക്കാം, ഒരു കുഴപ്പമില്ല എന്നുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കിയിരിക്കുക.
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കേസ് പറയാനുള്ളത്, ചില മൃഗങ്ങളെ അറുക്കാൻ പാടില്ല. ഇപ്പോൾ ആടുമാട് ഒട്ടക വർഗ്ഗത്തിൽപ്പെട്ട 2 വയസ്സ് 2 വർഷം പൂർത്തിയായ അറുക്കാമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അത് ആണായാലും പെണ്ണായാലും അറുക്കാം. ആൺവർഗത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഏറ്റവും അഫ്ളൽ ആണായിരിക്കലാണ്. പെണ്ണ് വർഗത്തിൽപ്പെട്ട ഇപ്പോൾ പെണ്ണാടിനെയാണ്, അല്ലെങ്കിൽ എരുമയെ ഒരാൾ അറുക്കുന്നു, പശുവിനെ ഒരാൾ ഒരു കുഴപ്പമില്ല, പെൺവർഗത്തിൽപ്പെട്ട കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ആൺവർഗത്തിൽപ്പെട്ട നല്ല തടിച്ചു കൊഴുത്ത ആരോഗ്യമുള്ള നല്ല മൃഗത്തിനെയാണ്, നല്ല പെർഫെക്റ്റ് ആയിരിക്കണം, അതിനെയാണ് ഏറ്റവും അഫ്ളലായി തിരഞ്ഞെടുക്കേണ്ടത് എന്നും പ്രിയപ്പെട്ടവരെ ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി മാറ്റിവെക്കേണ്ട, ഒഴിവാക്കേണ്ട, അറുക്കാൻ പാടില്ലാത്ത ജീവികൾ ഏതൊക്കെയാണ്? മെലിഞ്ഞൊട്ടി, മാംസത്തിൻ്റെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു ഇഷ്ടക്കേട് തോന്നും, നന്നായി മെലിഞ്ഞൊട്ടിയ മൃഗങ്ങൾ അത് ഉദ്ഹിയത്തിന് പറ്റില്ല. അതേപോലെ തന്നെ ഭ്രാന്തുള്ളത്, ഭയങ്കര പ്രശ്നക്കാരനാണ്, ഭ്രാന്താണ് അതിന് ആ മൃഗത്തെ പറ്റില്ല. അതേപോലെ തന്നെ ചെവി, വാല്, അകിട്, അതേപോലെ പൃഷ്ഠഭാഗം, നാവ്, ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഒരു അല്പമെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ട്. ചെവി ഒരു അല്പം അങ്ങോട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട്, വാല് മുറിഞ്ഞു പോയിട്ടുണ്ട്, അകിട് മുറിഞ്ഞു പോയിട്ടുണ്ട്, പൃഷ്ഠഭാഗത്തിൽ നിന്ന് കുറച്ച് പീസ് പോയിട്ടുണ്ട്, മുറിഞ്ഞു പോയിട്ടുണ്ട്, നാവിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം മൃഗങ്ങളെ ഉദ്ഹിയത്തിന് പറ്റില്ല. എന്നാൽ കാതിൽ കടുക്കനിട്ട ചില മൃഗങ്ങൾ കാണാൻ പറ്റും, കമ്മലിട്ടത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. കമ്മലിട്ട ആ ഒരു ഭാഗം ഉണ്ട്, അല്ലെങ്കിൽ കമ്മലിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്മലിട്ടത് ഊരി വച്ചിട്ടുണ്ട്, അവിടെ കമ്മലിട്ടതിൻ്റെ അടയാളം കാണുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ആ ഭാഗത്ത് നിന്ന് മാംസങ്ങൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ന്യൂനതയിൽപ്പെട്ടതാണ്, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. പിന്നെ കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട്, ഒരു കൊമ്പിൻ്റെ ഒരു അല്പം ഒടിഞ്ഞു പോയിട്ടുണ്ട്, അത് ന്യൂനതയല്ല, അത് കുഴപ്പമില്ല എന്ന് ഉലമാവ് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറഞ്ഞ ചെറുതാണെങ്കിൽ പോലും ചൊറിയുള്ള മൃഗം, ഒരല്പേ ചൊറിയുള്ളൂ, എന്നാൽ ആ മൃഗത്തെ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആ പല്ലുകൾ മുഴുവൻ പൊഴിഞ്ഞുപോയി, എല്ലാ പല്ലും പൊഴിഞ്ഞുപോയ അവസ്ഥയുണ്ട്, എന്നാൽ അതിനും പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എല്ലൊടിഞ്ഞതാണ്, അതിന് ഉദ്ഹിയത്തിന് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചെവി ഇല്ലാത്തതാണ്, ചെവി തീരെ ഇല്ല, അതിനെ പറ്റൂല. ഒരു ചെവിയില്ല, അല്ലെങ്കിൽ 2 ചെവിയില്ല, പറ്റൂല. അതേപോലെ തന്നെ കാഴ്ച നഷ്ടപ്പെട്ട് കണ്ണറിയാൻ പാടില്ല, അങ്ങനത്തെ മൃഗത്തെ പറ്റൂല. അതേപോലെ തന്നെ വ്യക്തമായ മുടന്ത്, നല്ല മുടന്തുണ്ട് അതിന് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ വലിയ രോഗം ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗർഭിണിയായ മൃഗത്തെ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം മൃഗങ്ങളെ ഉദ്ഹിയത്ത് അറക്കാൻ പാടില്ല. നമ്മുടെ സ്വന്തമാണെങ്കിലും ഈ ന്യൂനതകളുള്ള മൃഗത്തെ ഉദ്ഹിയത്ത് അറുത്താൽ അതിൻ്റെ കൂലി കിട്ടില്ല, അത് ശരിയാകില്ല, ബാത്തുലായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിൽ ഒറ്റ കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നീയത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നീയത്തിൻ്റെ കാര്യം പറഞ്ഞു. നീയത്ത് വളരെ മസ്റ്റാണ്. അത് ചേർന്നാണെങ്കിലും ഒരാൾ ഒറ്റക്കാണെങ്കിലും ഓരോരുത്തരും നീയത്ത് ചെയ്യണം, അല്ലെങ്കിൽ നീയത്ത് ചെയ്യാൻ വേണ്ടി ഒരാളെ നമ്മൾ ഏൽപ്പിക്കണം. നീയത്ത് ചെയ്യുമ്പോൾ നവൈത്തുൽ ഉളുഹിയ്യത്തൽ മസ്നൂനത്ത, സുന്നത്താക്കപ്പെട്ട ഉളുഹിയ്യത്തിനെ ഞാൻ കരുതി എന്ന് അറുക്കുന്ന നേരത്ത് കരുതാം, അല്ലെങ്കിൽ മൃഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കരുതാം. ഏതായിരുന്നാലും സുന്നത്ത് എന്നുള്ള പദം ചേർത്തുകൊണ്ട് തന്നെ സുന്നത്തായ ഉദ്ഹിയത്താണ് എന്ന് നമ്മൾ ആ മൃഗത്തിൽ കരുതണം. ചേർന്നവർ ഓരോരുത്തരും ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയത്താണ് എന്ന് കരുതുക, അല്ലെങ്കിൽ അറുക്കുന്ന നേരത്ത് എൻ്റെ സുന്നത്തായ ഉദ്ഹിയത്താണ് ഈ അറുക്കുന്നത് എന്ന് കരുതാം, ഏൽപ്പിച്ച ആൾക്ക് കരുതാം. ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആണിനും പെണ്ണിനും, ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും പെൺമക്കൾക്ക് ആൺമക്കൾക്കൊക്കെ സുന്നത്താണ്, ഒരേപോലെ ശക്തമായ സുന്നത്താണ്. അവർക്ക് പെരുന്നാൾ സ്കരിക്കാൻ യോഗ്യതയില്ല, ഒഴിവാക്കിയാൽ കഴിവുണ്ടെങ്കിൽ ചേരാനെങ്കിലും കഴിവുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും ചേരണം. ഇപ്പോൾ പലരും സാധാരണ സംശയം ചോദിക്കാറുണ്ട്, ഉസ്താദെ ഒരാൾക്ക് ഒറ്റക്ക് ആടിനെ വാങ്ങിയിട്ട് അറുക്കാമല്ലോ, ആടിനെ വാങ്ങി അറുക്കലാണോ അതോ ചേരുന്നതാണോ ഞങ്ങൾക്ക് ഏറ്റവും പുണ്യം? അത് ആടിനെ വാങ്ങിയിട്ട് അറുക്കലാണ്. നമ്മൾ ചേരുന്നതിനേക്കാൾ നല്ലത് ഒരാൾക്ക് ഒറ്റക്ക് ഒരു ആടിനെ വാങ്ങിയിട്ട് അറുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. അത് കഴിവാകാതെ വന്നാൽ ചേരുന്നതിൽ നമുക്ക് ചേരാം. നമുക്ക് കൂടുതൽ കഴിവുണ്ടെങ്കിൽ വലിയ മൃഗത്തെ തന്നെ നമുക്ക് ഉദ്ഹിയത്ത് അറുക്കാവുന്നതാണ്, അത് പുണ്യമുള്ളത് തന്നെയാണ്. ഇവിടെ നീയത്ത് വെക്കുന്ന ഭാഗം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അറുക്കുന്ന ആൾക്കേ കൂലിയിട്ടുള്ളൂ. ഭർത്താവ് അറുത്താൽ ഭർത്താവിന്, വാപ്പ അറുത്താൽ വാപ്പയ്ക്ക്, ആ വീട്ടിലുള്ള ബാക്കിയുള്ളവർക്ക് ആ കുടുംബത്തിൽ സുന്നത്ത് നടന്നു എന്നുള്ളൊരു വിഷയം നടന്നു എന്നല്ലാതെ കൂലി കിട്ടില്ല. കൂലി കിട്ടാനുള്ള ഒരു മാർഗം പറഞ്ഞുതരാം. അപ്പോൾ ഏതായിരുന്നാലും കഴിയുമെങ്കിൽ ഓരോരുത്തരും ഓരോ ഉരുവിനെ മേടിച്ചിറക്കുക. ഇപ്പോൾ ഒരു കുടുംബത്തിൽ 3 ആളുണ്ട്, 5 ആളുണ്ട്, 3 ആടിനെയോ 5 ആടിനെയോ വാങ്ങിയിട്ട് ഇറക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ 5 ഉരുവിനെ വാങ്ങാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ 3 ഉരുവിനെ വാങ്ങാൻ കഴിഞ്ഞു, 2 ഉരുവിനെ വാങ്ങാൻ കഴിഞ്ഞു, വളരെ നല്ലതാണ്.
അതില്ലാത്ത പക്ഷം ഒരു ഉരുവിനെ, നല്ല അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു ഉരുവിനെ വീട്ടിലെ ഉടമസ്ഥൻ കുടുംബനാഥൻ വാങ്ങിയിട്ട് വന്നു, ഭർത്താവ് വാങ്ങിയിട്ട് വന്നു, വാപ്പ വാങ്ങിയിട്ട് വന്നു. ഈ വാങ്ങിയിട്ട് വന്നത് മാടുവർഗം, ആടല്ല മാടുവർഗത്തിൽപ്പെട്ട ഏത് എരുമ ആയിക്കോട്ടെ, മൂരി ആയിക്കോട്ടെ, കാള ആയിക്കോട്ടെ, പോത്തായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇവിടെ അറുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതും പറയുന്നതും ഏറ്റവും നല്ലത് പോത്താണ്. പോത്തിൻ്റെ മാംസത്തോട് നമുക്ക് വല്ലാത്ത ഒരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് വരുന്നുണ്ട്. ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഏറ്റവും ഗുണമുള്ളതായി പലപ്പോഴും നമുക്ക് അറിയാത്തത് കൊണ്ടാണ് മൂരി വർഗത്തിൽപ്പെട്ട ഉരുക്കളയാണ് നമ്മൾ അറുക്കുന്നതെങ്കിൽ അത് ഏറ്റവും പെർഫെക്റ്റാണ്. നല്ല ചുമന്ന കളറുള്ള മൂരി അത് ഏറ്റവും ടോപ്പിൽ നിൽക്കും, അതൊക്കെ തെരഞ്ഞു പിടിച്ച് കഴിയുമെങ്കിൽ അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് ഇവിടെ നിയ്യത്ത് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഉരുവിനെ വീട്ടുകാരൻ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ മക്കളും മാതാപിതാക്കളും എല്ലാവരും കൂട്ടി 7 പേരുണ്ട് ആ വീട്ടിൽ, അല്ലെങ്കിൽ 6 പേരുണ്ട്, 5 പേരുണ്ട്, 7 താഴെ എത്ര പേരാണ് അത്ര പേരുണ്ട്. എന്നാൽ അവർക്ക് എന്ത് കരുതാൻ പറ്റും, എങ്ങനെ നിയ്യത്ത് ചെയ്യാൻ പറ്റും? ഈ മേടിച്ചു കൊണ്ടുവന്ന ഉടമസ്ഥൻ കുടുംബനാഥൻ എന്ത് ചെയ്യുക, ഈ മൃഗത്തിൻ്റെ 7 ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്തിട്ട്, നീയത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഉടമപ്പെടുത്തി കൊടുക്കുക. ഈ മൃഗത്തിൻ്റെ 7-1 ഭാഗം നിനക്ക് ഞാൻ ഉടമപ്പെടുത്തി തന്നു എന്ന് പറയാം. അപ്പോൾ ഞാൻ സ്വീകരിച്ചു. അപ്പോൾ 7-1 ഭാഗം ഇവരുടെയായി, ഈ വാങ്ങിക്കൊണ്ടുവന്ന ആളുടെ അല്ല. 7-1 ഭാഗം മോന് കൊടുത്തു, മോക്ക് കൊടുത്തു, ഭാര്യയ്ക്ക് കൊടുത്തു, ഉമ്മാക്ക് കൊടുത്തു. അങ്ങനെ 7-ൽ ഓരോ ഭാഗവും വീട്ടിൽ എത്ര പേരുണ്ട്, 7-ൽ കൂടാൻ പാടില്ല. അപ്പോൾ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 7 പേര് അല്ലെങ്കിൽ 7-ൽ താഴെയാണെങ്കിൽ അതിൽ ഓരോ ഭാഗവും ഈ ഉടമസ്ഥൻ എന്ത് ചെയ്യുക, മാലിക്കതിൻ്റെ ഉടമസ്ഥന് മിൽക്കാക്കി കൊടുക്കാം. ഇതിലൊരു ഭാഗം നിൻ്റെയാണ്, ഒരു ഭാഗം നിൻ്റെയാണ്. ഇപ്പോൾ ഓരോരുത്തരും അത് സ്വീകരിച്ചു. ഇപ്പോൾ ഓരോരുത്തരുടെയും ഓരോ ഭാഗങ്ങൾ ചേർന്നിട്ട് ദുഹിയത്താണ്. ഇപ്പോൾ ഷെയർ ചേർന്നതുപോലെയായി ആയല്ലോ. ഇനി ഓരോരുത്തരും എൻ്റെ സുന്നത്താക്കപ്പെട്ട ഉദഹയത്താണ് ഇതെന്ന് പറഞ്ഞിട്ട് ആ മൃഗത്തിൽ നോക്കിയിട്ട് നിയ്യത്ത് ചെയ്യുക. അപ്പോൾ 7 പേർക്ക്, അതിൽ താഴെയുള്ളവർക്ക് 7 നിയ്യത്തുകൾ അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള നിയ്യത്തുകൾ വെക്കാവുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ 7 പേരുടെ ഉദഹയത്താകും, 7 പേർക്കും അതിൻ്റെ പുണ്യം കിട്ടും. ഇനി ആ കൊണ്ടുവന്നതിൽ എനിക്ക് ഉദഹയത്തല്ല, ഞാൻ അക്കീക്കത്ത് കരുതാണ്. എൻ്റെ സ്വന്തമായ അക്കീക്കത്ത് ഞാൻ അറുത്തിട്ടുണ്ടായില്ല. എൻ്റെ സ്വന്തത്തിൽ അക്കീക്കത്ത് അല്ലെങ്കിൽ ഭാര്യയുടെ ചോദിച്ചു നോക്കിയപ്പോൾ പാവപ്പെട്ടവരായിരുന്നു, കാരണവന്മാർക്ക് അറുക്കാൻ പറ്റിയില്ല. നമ്മുടെ മക്കളുടെ പലരും 2 പേരുടെ 3 പേരെ അറുത്തിട്ടില്ല. എന്നാൽ എൻ്റെ ഉദഹയ്യത്ത്, ഭാര്യയുടെ ഉദഹയ്യത്ത്, അതോടുകൂടെ എൻ്റെ 3 മക്കളുടെ അക്കീക്കത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരാളുടെ അക്കീക്കത്ത് ബാക്കിയുള്ളവരുടെ ഉദഹയ്യത്ത് ചേർക്കാം. അല്ലെങ്കിൽ ഒരാളുടെ ഉദഹയ്യത്ത് ബാക്കിയുള്ള അക്കീക്കത്ത് ഓരോരുത്തരും. പക്ഷെ 7 ഭാഗത്തിൽ കൂടാൻ പാടില്ല. കൂടുതൽ പേരുടെ ഒരുപാട് അക്കീക്കത്തും ഉദഹയത്തും രണ്ടും കൂടെ ഒരുമിച്ച് പറ്റുമോ? ഒരു വിഹിതത്തിൽ 7-ൽ 1 ഭാഗത്തിൽ ഞാൻ എന്ത് ചെയ്തു, നിയ്യത്ത് ചെയ്തു, ഇതെൻ്റെ അക്കീക്കത്ത് ഉദഹയത്താണ്. അങ്ങനെ 2 നിയ്യത്ത് പറ്റില്ല, ഒറ്റ നിയ്യത്ത്. അപ്പോൾ എന്തു പറ്റും? 7-ൽ ഈ മൃഗത്തിൻ്റെ 7-ൽ 1 ഭാഗം എൻ്റെ അക്കീക്കത്താണ്, എൻ്റെ ഉദഹയത്താണ് മറ്റൊരു ഭാഗം സുന്നത്തായ ഉദഹയത്താണ്. അങ്ങനെ കരുതാൻ പറ്റും. അങ്ങനെ 7 വരെ നിയ്യത്താകാം. 7-ൻ്റെ 1 ഭാഗത്തിൽ 2 നിയ്യത്തുകൾ ചേരാൻ പാടില്ല എന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ ഉടമപ്പെടുത്തി കൊടുത്ത്, ഓരോ ഭാഗം ഉടമപ്പെടുത്തി കൊടുത്താൽ അവർക്ക് നിയ്യത്ത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ 1 ഭാഗമേ ഞാൻ അറുക്കുന്നുള്ളൂ, 7-ൽ 1 ഭാഗമേ അറുക്കുന്നുള്ളൂ, ഇതിലെല്ലാവരും കൂടെ ഇതെൻ്റെയാണെന്ന് പറഞ്ഞ് നിയ്യത്ത് ചെയ്യാൻ പറ്റില്ല. 7-ൽ 1 ഭാഗത്ത് ഒരാൾക്കേ പറ്റുള്ളൂല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അറുക്കുന്ന 7-ൽ 1 ഭാഗത്തെ അറുക്കുമ്പോൾ, 1 ഭാഗം ചേർന്ന് അറുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉരുവിനെ ഞാൻ അറുക്കുമ്പോൾ എൻ്റെ ഈ സുന്നത്തായ ഉദഹയ്യത്തിൻ്റെ പ്രതിഫലത്തിൽ, അതിൻ്റെ കൂലിയിൽ ഞാൻ എൻ്റെ വീട്ടുകാരെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെയും കൂടെ ഞാൻ മാതാപിതാക്കളും കൂടെ പങ്കാളിയാക്കുന്നു എന്ന് കൂലിയിൽ പങ്കാളിയാക്കിയാൽ അവർക്ക് കൂടെ കൂലി കിട്ടും. ഓക്കെ, പ്രിയപ്പെട്ടവരെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ, കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. ഏതായിരുന്നാലും നിങ്ങൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ, ഒന്നും നമ്മൾ ഒഴിവാക്കി കളയാതെ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കണം. മസ്തലകൾ മസ്റ്റായിട്ട് അറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ അറിഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഉദഹയ്യത്തിൻ്റെ ഈ ഒരു ക്ലാസ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ എല്ലാ പഠന ക്ലാസ്സുകളിലേക്കും അല്ലെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളിലേക്കും നമ്മൾ പരമാവധി എത്തിച്ചു കൊടുക്കണം. എല്ലാവർക്കും അതിൻ്റെ പരിപൂർണമായ കൂലി കിട്ടട്ടെ. എല്ലാവരും പെരുന്നാൾ നിസ്കരിക്കാൻ യോഗ്യരാകട്ടെ. അള്ളാഹുവിൻ്റെ എല്ലാവിധ ഖൈറുകൾ നേടിയെടുക്കാനും ആഫാത്ത് മുസീബാത്തുകൾ ഷെറുകളെ തൊട്ട് രക്ഷപ്പെടാനും ഇക്കൊല്ലത്തെ ഉദഹയ്യത്തൊരു കാരണമാകട്ടെ. നമുക്കുകൂടെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ ഈ ഉദഹയ്യത്തിലേക്ക് നമുക്കൊന്ന് ചേരാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു ഫോൺ, നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ തകരാറിലായി, അല്ലെങ്കിൽ ഫോൺ ആകെ നാശമായിപ്പോയി, നശിച്ചുപോയി. നമ്മൾ പെട്ടെന്ന് തന്നെ അത് 20,000 30,000 നമ്മൾ പെട്ടെന്ന് പൈസ ഒപ്പിച്ച് നമ്മളതിനു വേണ്ടി ഒരുങ്ങും അല്ലേ? ആ നമ്മുടെ ഫോൺ നമുക്ക് പുതിയതാക്കി മാറ്റിയെടുക്കാൻ കാണിക്കുന്ന ഒരു താല്പര്യം,
എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ പുണ്യപ്പെട്ട ഈ ഒരു കർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാത്തത്? അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ വകവാക്കാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ കഴിവും അതിനുള്ള തൻ്റെ ഇടവും സാമ്പത്തികമായ ഐശ്വര്യവും ബറക്കത്തും ഒക്കെ അല്ലാഹു നമുക്ക് തുറന്നു നൽകട്ടെ. വിജയത്തിലും സലാമത്തിലും ആക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.